ബാലോപാല അടിസ്ഥാനപരമായിട്ട് ലജ്ജാലുവായ ഒരു മനുഷ്യനാണ്. അഴിമതിക്കാരനൊന്നും അല്ലെങ്കിലും ആ രീതിയിലൊരു പ്രാപ്തി ഇതുവരെ തെളിയിച്ചിട്ടില്ല. അവർക്ക് സപ്ലൈ ചെയ്ത ആളുകളുണ്ട്, ആ സപ്ലൈ ചെയ്യുന്ന ആളുകൾക്ക് സപ്ലൈ ചെയ്യുന്നവരുണ്ട്. ആ നിലയിലേക്ക് പോകണം. മലയാളികൾ ഒരിക്കലും ഞങ്ങൾ ഇന്ത്യക്കാരല്ലാന്ന് പറയില്ല, ഞങ്ങൾക്ക് വേറെ രാജ്യം വേണമെന്ന് പറയില്ല. കാരണം വേറെ 2017-18 വലിയ പ്രളയം ഉണ്ടായത്. 17 ഭയങ്കര മഴക്കാലത്ത് ആലപ്പുഴ ജില്ലയിലെ എല്ലാ റോഡുകളും തകർന്ന് തരിപ്പണമായി കിടക്കുക. അപ്പോൾ ഇവിടെ അതുപോലൊരു മുതലെടുപ്പ് നടത്താൻ കോൺഗ്രസ്സിന് പറ്റാത്ത ഒരു സാഹചര്യം ഉണ്ടാക്കാൻ വേണ്ടിയിട്ടാണ് അവരപ്പം തന്നെ പ്രധാനെ കൂടി രാജിവെപ്പിച്ചു. നേരെ കുറിച്ച് ധർമ്മേന്ദ്ര പ്രധാൻ പിന്നെ നെഞ്ചു പിടിച്ചതൊക്കെ എന്ത് സംഭവിക്കരുത്. ഈ സമരത്തിൻ്റെ ശക്തി കൂടിയാണ്. നമ്മുടെ മൗണ്ട് ബാറ്റൻ പ്രഭുവിൻ്റെ ഇടവക പള്ളി തന്നെയാണ് പുള്ളിന്. ആ പള്ളിയും വലിയ പ്രസിദ്ധമായ പള്ളിയാണ്. റോംഡി എന്നിട്ടാണ് സ്ഥലത്തിൻ്റെ പേര്. അപ്പോൾ അതല്ല, പിന്നെ 2-ാം ദിവസം അവൻ്റെ വീട് പൊളിക്കും. അങ്ങനെയുണ്ട്. അതൊക്കെ രാജ്യത്ത് ഭരണഘടനയിലെ വ്യവസ്ഥയുടെ ചോദിച്ചാൽ ഇല്ല. ഇന്ത്യൻ ഭരണഘടന എന്ന് വെച്ചാൽ ചൂഷണത്തിൽ അധിഷ്ഠിതമായ ഒരു വ്യവസ്ഥിതിയെ സംരക്ഷിക്കുന്നതാണ്. അത് EMS താത്വികമായിട്ട് എഴുതിയിട്ടുണ്ട്. ഈ സജി ചെറിയാനും തത്വം അറിയാൻ പാടാത്തതുകൊണ്ട്. ആക്സ് ന്യൂസ് പോഡ്കാസ്റ്റിലേക്ക് അഡ്വക്കേറ്റ് ജയശങ്കറിന് സ്വാഗതം. നമസ്കാരം. നമ്മുടെ VD സതീശൻ മന്ത്രിസഭ 3-ാം മാസത്തിൽ ഓടുകയാണ്. നമ്മൾ ഈ സിനിമയൊക്കെ 100-ാം ദിവസം എന്നൊക്കെ പറയുന്നത് പോലെ അങ്ങനെ ഓടുകയാണ്. അപ്പോൾ ഇപ്പോൾ ഒരു പഴയ ഒരു ഹൊറർ സിനിമ കഴിഞ്ഞിട്ട് ഇപ്പോൾ ഒരു നല്ലൊരു സിനിമ കാണുന്ന പ്രതീതിയാണോ ജനങ്ങൾക്കുള്ളത്? ഒരു കുടുംബചിത്രം കാണുന്ന ഒരു സന്തോഷമാണ് ആളുകൾക്ക്. ഇപ്പോൾ എൻ്റെ ഒരു സുഹൃത്ത് കേരള മുതലിലെ റിപ്പോർട്ടറാണ്. അതിൽ പേര് ഉല്ലാസ് ശ്രീധർ എന്ന. പുള്ളിയിടയ്ക്ക് ഇങ്ങനെ ചില കുറിപ്പുകളൊക്കെ പൊതുവേ പുള്ളിയുടെ കുട്ടിക്കാലത്തെക്കുറിച്ചോ അല്ലെങ്കിൽ ചെറുപ്പകാലത്തെക്കുറിച്ചൊക്കെ ഉള്ള ഓർമ്മകളായിരിക്കും. ഇപ്പോൾ കഴിഞ്ഞ ദിവസം പുള്ളി എഴുതിയിട്ടത് ഈ സെക്രട്ടേറിയറ്റിലെ തിരക്കിനെ കുറിച്ചാണ്. പുള്ളി എന്തോ ആവശ്യത്തിന് സെക്രട്ടേറിയറ്റിൽ ചെല്ലുമ്പോൾ ഭയങ്കര തിരക്കാണ്. ഈ പാസ് എടുക്കുന്ന സ്ഥലം തൊട്ടേ തിരക്ക് ആരംഭിക്കുന്നു. ആഭ്യന്തരമന്ത്രി ആരോഗ്യമന്ത്രി ഇരിക്കുന്ന 2-ാം നിലയിലേക്ക് അടുക്കാൻ നിർത്തിയില്ല. മുഖ്യമന്ത്രിയുടെ ഭാഗത്തേക്ക് തിരിഞ്ഞു നോക്കാൻ പോലും പറ്റിയില്ല. അതിന് മാത്രം ജനമാണ്. പുള്ളി പറഞ്ഞത് ഈ തിരുവനന്തപുരത്ത് ടൂറിസം പാരം നടന്നില്ല, ഓണാഘോഷമായിട്ട് ബന്ധപ്പെട്ട് ഓണാഘോഷത്തിന് കാണുന്ന പോലത്തെ തിരക്കാണ് ഇപ്പോൾ സെക്രട്ടേറിയറ്റിൽ. അപ്പോൾ ആളുകൾക്കൊരു പ്രതീക്ഷയുണ്ട്. ആ പ്രതീക്ഷയാണ് വീണ്ടും ആളുകൾ മുഖ്യമന്ത്രിയെ കണ്ട് പറഞ്ഞ എന്തെങ്കിലും നടക്കുന്നത് വിചാരിച്ചിട്ടാണ് ഈ ആളുകളൊക്കെ തിക്കി തിരക്കി. അപ്പോൾ അങ്ങനെ ഒരു സാഹചര്യം ഇപ്പോൾ നിലനിൽക്കുന്നു. സർക്കാരിൻ്റെ ഒരു പുതുമോടി ഇതുവരെ മാറിയിട്ടില്ല. ഇതുവരെയുള്ള പ്രവർത്തനം നമ്മൾ നോക്കുമ്പോഴത്തേനും ഈ സർക്കാരിലെ ഹീറോ ആരാണ്? അതായത് ഏറ്റവും മെച്ചം എന്ന് ജനങ്ങൾക്ക് വിലയിരുത്തുന്ന ഒരു 3 മാസം എന്ന് പറഞ്ഞത് താരതമ്യേന ചെറിയൊരു കാലയളവാണ്. അതുകൊണ്ട് നമ്മളൊരു വിലയിരുത്തൽ അല്ലെങ്കിൽ വിധിയെഴുത്തിന് സമയമായിട്ടില്ല. പക്ഷേ ഒറ്റ നോട്ടത്തിൽ ഹീറോ സതീശൻ തന്നെയാണ്, അതിൽ സംശയമൊന്നും. സതീശൻ ശക്തമായിട്ട് രംഗത്തുണ്ട്. പിന്നെ പുള്ളിക്കൊരു ദൈവാധനം അല്ലെങ്കിൽ ഒരു സൗകര്യം കിട്ടിയെന്ന് വെച്ചാൽ പിണറായി വിജയൻ മറുഭാഗത്തുണ്ടെന്നുള്ളതാണ്. പിണറായി വിജയൻ പ്രതിപക്ഷ നേതാവായിരിക്കടത്തോളം കാലം സതീശനെ ആർക്കും തോൽപ്പിക്കാൻ പറ്റില്ല. കാരണം പിണറായിയുടെ നല്ല കാലം കഴിഞ്ഞു. പുള്ളിക്ക് വാക്സ്വാധീനം തന്നെ ഇല്ലാണ്. എഴുതി കൊടുക്കുന്ന വായിക്കാനേ പുള്ളിക്ക് പറ്റുമോ. മറിച്ച് ഇദ്ദേഹത്തിനാണെങ്കിൽ അങ്ങനെയല്ലോ, വേറെ എന്തുമില്ലെങ്കിലും ഈ വർത്തമാനം പറയാനുള്ള കഴിവുണ്ട്. അത് വെച്ച് പുള്ളി അങ്ങനെ ഷൈൻ ചെയ്ത് നിൽക്കുക. ഇന്ന് VD സതീശന് 35ഓളം വകുപ്പുകളുടെ മന്ത്രിയും കൂടെയാണ്. അതെ, ചെറുതും വലുതുമായിട്ട് 35 വകുപ്പുകൾ അദ്ദേഹം. പൊതുഭരണം കൂടാതെ ധനകാര്യമുണ്ട്, ലോ ഉണ്ട്, തുറമുഖം, അങ്ങനെ ജനറൽ അഡ്മിനിസ്ട്രേഷൻ ഡിപ്പാർട്ട്മെൻറ്റ്, അങ്ങനെ സയൻസ് ആൻഡ് ടെക്നോളജി, പല പല വകുപ്പുകൾ അദ്ദേഹം കൈകാര്യം ചെയ്യുന്നുണ്ട്. തീർച്ചയായിട്ടും അദ്ദേഹം ഒരു ഹീറോ തന്നെയാണ് ഈ ഭരണത്തിലെ. അപ്പോൾ ഈ ഭരണത്തിലെ സീറോ ആരാണ്? അങ്ങനെയാണ് സീറോ ആരാണെന്ന് ഇപ്പം പറഞ്ഞാൽ ഒരാളുടെ പേര് പറഞ്ഞാൽ ബാക്കിയുള്ളവർക്ക് വിഷമവും. അതുകൊണ്ട് നമ്മളത് പറയുന്നത് ശരിയല്ലെന്ന് എൻ്റെ പറഞ്ഞു. ഒരുപാട് പേരുണ്ട്. മാത്രമല്ല ഈ പുതിയ മന്ത്രിമാരെ സംബന്ധിച്ചുള്ള കാര്യങ്ങളൊക്കെ ഒന്ന് പഠിച്ചു വരണമല്ലോ, എന്തൊക്കെയാണ് ചെയ്യേണ്ടത്. അപ്പോൾ അതിൽ സത്യം പറഞ്ഞാൽ ഈ VD സതീശൻ കഴിഞ്ഞാൽ പിന്നെ ഭരണപരിചയമുള്ള ഒരാളും ചെന്നിത്തലയാണ്. ചെന്നിത്തല, ബോറിസ് ജോസഫ്, ഷിബു ബേബി ജോൺ, പിന്നെ തീർച്ചയായിട്ടും കുഞ്ഞാലിക്കുട്ടി. നിരവധി എക്സ്പീരിയൻസ് ഉള്ള ഇവരൊക്കെ ഒഴിച്ചാൽ കെ മുരളീധരനും ഒപ്പിക്കാം. ഇത്ര പേര് കഴിഞ്ഞാൽ ബാക്കിയുള്ളവരൊക്കെ പുതുമുഖങ്ങളാണ്. അപ്പം അങ്ങനെ ഒരു പ്രശ്നമുണ്ട്. ഈ പുതുമുഖങ്ങൾ അതിൽ കുറേ പേരൊക്കെ പഠിച്ചു വരും. റോജിയം ജോണൊക്കെ പെട്ടെന്ന് ഗ്രാസ്പ്, ലിജു ഒക്കെ വരാൻ സാധ്യത, എക്സ്പീരിയൻസ് മാത്രമല്ല പൊതുപ്രവർത്തനത്തിൽ. പക്ഷേ അങ്ങനെ വരാൻ സാധ്യതയില്ലാത്ത ആൾക്കാരും ഉണ്ട്. പ്രത്യേകിച്ച് ലീഗിലെ മന്ത്രിമാർ മിക്കവാറൊക്കെ നമ്മളെ നിരാശപ്പെടുത്തുന്നത് എനിക്ക് തോന്നുന്നത്. അവർ മട്ടും ഭാര്യ കണ്ടിട്ട്.
അപ്പം അങ്ങനെ പറയാറായിട്ടില്ല. ഓക്കെ. ഈ പ്രതിപക്ഷ പാർട്ടിയിലെ സാധാരണ ഒരു സിനിമയിൽ ഹീറോ ഉണ്ടെങ്കിൽ ഒരു വില്ലനും ഉണ്ടല്ലോ. അപ്പോൾ ഈ പ്രതിപക്ഷ പാർട്ടിയിലെ വില്ലൻ ഇപ്പോൾ ആരാണ്? അല്ല, പ്രതിപക്ഷ പാർട്ടി വില്ലൻ മാത്രമല്ലല്ലോ, അതിൽ പ്രതിപക്ഷ പാർട്ടിയിലും ശക്തന്മാരായ നായകന്മാരുണ്ടാവും. കാരണം എന്ന് വെച്ചാൽ ഇപ്പോൾ ഒരു ഭാഗത്ത് കരുണാകരൻ മുഖ്യമന്ത്രിയായിട്ടിരിക്കുമ്പോൾ മറുഭാഗത്ത് നായനാർ അല്ലെങ്കിൽ അച്യുതാനന്ദൻ, അങ്ങനെ ഒരാളുണ്ടാവുമല്ലോ. ഇപ്പോൾ ആന്റണി ആണെങ്കിലും അച്യുതാനന്ദൻ, ഉമ്മൻചാണ്ടി എപ്പോഴും അച്യുതാനന്ദൻ, അങ്ങനെ ഒരു ശക്തനായി. ഇപ്പോൾ പിണറായി വിജയൻ ഇപ്പോൾ ആദ്യം ചെന്നിത്തല, പിന്നീട് സതീശൻ. അപ്പോൾ ആ ഭാഗത്ത് ഒരു നായകനുണ്ട്, ഒരു ഭാഗത്ത് അർജുനടി, മറുഭാഗത്ത് കർണനുണ്ടാവും. പക്ഷേ ഇത്തവണ അങ്ങനെ ഒരാളില്ല. അതാണ് എൻ്റെ മുഖ്യം. പണ്ട് ഇപ്പോൾ VS അച്യുതാനന്ദൻ ആദ്യം പ്രതിപക്ഷ നേതാവാകുന്ന സമയത്ത്, കരുണാകരൻ്റെ മന്ത്രിസഭ 92, ഇവർ പെട്ടെന്ന് പ്രതീക്ഷിക്കാത്ത സമയത്ത് തോറ്റുപോയ ഇലക്ഷൻ ഉണ്ടല്ലോ, 91, 96. ആ സമയത്ത് കരുണാകരൻ അങ്ങനെ ഗ്ലാമറിലേക്ക് ആദ്യം നായനാരാണ് മുഖ്യം. കുറച്ച് കഴിയുമ്പോൾ നായനാർ പറയും അച്യുതാനന്ദന് ഈ പാർലമെൻ്ററി എക്സ്പീരിയൻസ് തീരില്ല. പുള്ളി നേരത്തെ MLA ഉണ്ടെങ്കിലും നിയമസഭാ പ്രവർത്തനത്തിലല്ല, പുള്ളി സംഘടനാ രംഗത്താണ് കൂടുതൽ ശ്രദ്ധിച്ചത്. അപ്പോൾ അതുവരെ പാർട്ടി സെക്രട്ടറി ആയിരുന്ന ആൾ പെട്ടെന്ന് പ്രതിപക്ഷ നേതാവായിട്ട് വരുമ്പോൾ ഉള്ളൊരു വലിയ ബുദ്ധിമുട്ടുണ്ട്. അപ്പോൾ എപ്പോഴാണ് ക്രമപ്രശ്നം ഉന്നയിക്കുന്നത്, എപ്പോഴാണ് അടിയന്തര പ്രമേയം ഉന്നയിക്കേണ്ടത്, പിന്നെ ഇതിൻ്റെ ചട്ടങ്ങളൊക്കെ പഠിക്കണമല്ലോ. അതൊക്കെ പഠിക്കേണ്ട ഒരു പ്രായവും പുള്ളിയുടെ കഴിഞ്ഞു, എക്സ്പീരിയൻസും കുറവ്. പക്ഷേ ഒരു പ്രശ്നം ഉണ്ടായില്ല. കാരണം ബേബി ജോൺ ഉണ്ടായിരുന്നു, അദ്ദേഹത്തിന് ഇതൊക്കെ ബൈ ഹാർട്ടായതുകൊണ്ട് ബേബി ജോൺ ആ പ്രതിപക്ഷ നേതൃത്വം ഏറ്റെടുക്കണം. പ്രതിപക്ഷ നേതാവായിട്ട് അച്യുതാനന്ദൻ ഇരിക്കുമ്പോഴും ആ ഒരു നേതൃത്വം അദ്ദേഹം വരും. പിന്നെ PS ശ്രീനിവാസൻ, CK ചന്ദ്രപ്പൻ, ഇങ്ങനെയൊക്കെയുള്ള പ്രഗത്ഭന്മാരുണ്ടായിരുന്നതുകൊണ്ട് പ്രതിപക്ഷത്തിൻ്റെ ഒരു പോരായ്മ അങ്ങനെ തോന്നിയില്ല. അപ്പം ഇങ്ങനെ ഒരുപാട് സംഗതികൾ ഇതിനകത്തുണ്ട്. നമ്മൾ പുറമേക്ക് കാണുന്നതല്ല. ഇതിപ്പോൾ ഒരാളതിൻ്റെ അകത്ത് ഉയർന്നു വരണം. ഒരു പ്രതിപക്ഷ നേതാവില്ലാതെ നമുക്ക് പോകാൻ പറ്റില്ലല്ലോ. അത് പ്രതിപക്ഷ നേതാവായിട്ട് ഡെസിഗ്നേറ്റ് ചെയ്ത ആൾ തന്നെ വേണമെന്നില്ല. ഇല്ല, കറക്റ്റ്. ആ പ്രതിപക്ഷ നേതൃത്വത്തിലേക്ക് ഉയർന്നു വരേണ്ട ഒരു പാർലമെൻ്ററി തന്നെ അത് വരണം. അതാണ് ഇവരുടെ ഒരു വലിയ പരാതിയുള്ളത്. പിന്നെ കഴിഞ്ഞാൽ പിന്നെ ഉള്ളത് നമ്മുടെ ബാലഗോപാലാണ്. ബാലഗോപാൽ അടിസ്ഥാനപരമായിട്ട് ലജ്ജാലുവായ ഒരു മനുഷ്യനാണ്. അഴിമതിക്കാരനൊന്നും അല്ലെങ്കിലും ആ രീതിയിലൊരു പ്രാപ്തി ഇതുവരെ തെളിയിച്ചിട്ടില്ല. ഒന്നുകിൽ ഈ ആൾക്ക് വല്ല ഉത്തേജന മരുന്ന് കുത്തിവെച്ച് പുള്ളിയെ ഒരു അച്യുതാനന്ദനാക്കി എടുക്കണം, ആരെ, ബാലഗോപാൽ. അതല്ലെങ്കിൽ വേറൊരു അച്യുതാനന്ദനോ ബേബി ജോണോ ഇതിനകത്ത് ഉയർന്നു വരും. അതേ മാർഗം. അപ്പോൾ ഒരു നല്ല പ്രതിപക്ഷം ഉണ്ടെങ്കിലല്ലേ ഒരു നല്ല ഭരണം ഉണ്ടാവുകയുള്ളൂ. തീർച്ചയായിട്ടും നല്ല പ്രതിപക്ഷം, നല്ല ഭരണം ഇല്ലെങ്കിൽ പോലും നല്ല പ്രതിപക്ഷം ഉണ്ടാവണം. പ്രതിപക്ഷം ജനങ്ങളെ ബാധിക്കുന്ന വിഷയങ്ങൾ ഉയർത്തുന്നത് പ്രതിപക്ഷമാണ് ആണല്ലോ. അതെ, അല്ലാണ്ട് ഭരണപക്ഷമല്ല. ഇപ്പോൾ നമ്മുടെ പോലീസിലെ ഒരു പ്രഗത്ഭനായ ഒരു, അതായത് പിണറായി മന്ത്രിസഭയിൽ പ്രഗത്ഭനായിരുന്ന ഒരു ADGPയെ ഇപ്പം സസ്പെൻഡ് ചെയ്തു. അപ്പോൾ ഇദ്ദേഹത്തെ സസ്പെൻഡ് ചെയ്തപ്പോൾ കൂടുതൽ സന്തോഷിക്കുന്നത് PV അൻവർ ആയിരിക്കുമോ അതോ പോലീസ് ഡിപ്പാർട്ട്മെൻറ്റിൻ്റെ ഉള്ളിലെ ആരെങ്കിലും ആയിരിക്കുമോ? പോലീസ് ഡിപ്പാർട്ട്മെൻറ്റിൽ ഉള്ള ആൾക്ക് തന്നെ. PV അൻവറിന് അദ്ദേഹത്തോട് പ്രത്യേകിച്ച് വിരോധമൊന്നുമില്ല. PV അൻവർ സത്യത്തിൽ ആ ചില ആളുകളുടെ എല്ലി ചട്ടകമായിട്ട് മാറിയതാണ്. പുള്ളി സത്യത്തിൽ അങ്ങനെ MR അജിത്കുമാറിനോടോ അല്ലെങ്കിൽ വേറെ ആരോടെങ്കിലും വിരോധമുള്ള ആളല്ല. ഒരു സമയത്ത് ഇദ്ദേഹത്തെ വെച്ചിട്ട് പിണറായി വിജയനാണ് പല കളികളും ചെയ്യിച്ചത്. ഒരു സ്റ്റേജ് ചെയ്യുമ്പോൾ വേറെ ചില പാർട്ടീസ് അദ്ദേഹത്തെ ഏറ്റെടുക്കുകയും അദ്ദേഹത്തെ വെച്ചിട്ട് ഈ അജിത് കുമാറിനെതിരായിട്ടുള്ള, അജിത് കുമാർ മാത്രമല്ല മറ്റു പലർക്കും എതിരായിട്ടുള്ള ആരോപണങ്ങളൊക്കെ ഉന്നയിപ്പിക്കുകയാണ് ചെയ്യുന്നത്. അത് PV ജോർജ് അല്ല, PV അൻവർ എന്ന് പറയുന്നത് ഏതാണ്ട് നമ്മുടെ PC ജോർജിൻ്റെ കാറ്റഗറി പെട്ട ഒരാളാണ്. അപ്പോൾ വളരെ എളുപ്പത്തിൽ ഇങ്ങനെയുള്ള ആൾക്കാരെ കൊണ്ട് കാര്യങ്ങൾ ചെയ്യിക്കാം. അങ്ങനെ പറ്റിയതാണ്. PC ജോർജ് അല്ല, ഇദ്ദേഹത്തിന് പ്രത്യേകിച്ച് വിരോധത്തിന് കാരണമില്ല. നേരെ കുറച്ച് വിജയനടക്കമുള്ള ആൾക്കാരെ സംബന്ധിച്ചിടത്തോളം തീർച്ചയായിട്ടും അത് ഈ ഇദ്ദേഹം പോലീസ് മേധാവിയായിരുന്ന, മേധാവി വേറെ ആളായിരുന്നെങ്കിലും ശരിക്കുള്ള മേധാവി ഇദ്ദേഹമായിരുന്നു. അപ്പോൾ അങ്ങനെ MR അജിത് കുമാർ പോലീസ് മേധാവിയുടെ ഉത്തരവാദിത്വം നിറവേറ്റിയിരുന്ന കാലത്ത് അദ്ദേഹം വെറുപ്പിച്ച, അദ്ദേഹം പല രീതിയിൽ ദ്രോഹിച്ച ആളുകളുണ്ട്. അവരായിരിക്കും സന്തോഷിക്കുന്നത്. ഈ എന്താ പറയുക, ഒരു അധിക അല്ലെങ്കിൽ അമിത വിധേയത്വം ആണ് ഈ അജിത് കുമാറിന്, അല്ലെങ്കിൽ അതുപോലത്തെ പല പോലീസ് ഉദ്യോഗസ്ഥർക്കും വിനയാകുന്നതെന്ന് പറയാറുണ്ട്. യാതൊരു സംശയമില്ല. ഞാൻ കണ്ടിട്ടുണ്ട്. ഈ ഒരു കൊല്ലം തൃശ്ശൂർ പൂരം കടനായിട്ട് പിണറായി വിജയൻ പൂർവ്വകണ്ട നമ്മുടെ ഇലചിത്ര മേള നടക്കുമ്പോൾ അവിടെ വലിയ പുള്ളി പെരുവര കുട്ടന്മാരെ ഹാരാർപ്പണം ചെയ്യിച്ചു. പിന്നെ അവിടെ നിൽക്കാതെ തിരിച്ചു പോയി. അപ്പോൾ പാർട്ടിക്കാരാണ് കൂടെ ഉണ്ടായിരുന്നത്, പാർട്ടി ജില്ലാ സെക്രട്ടറി അങ്ങനെയുള്ള, പിന്നെ ദേവസ്വം മന്ത്രി, അങ്ങനെ കുറച്ച് പേർ. അത് കഴിഞ്ഞ് അദ്ദേഹം വൈകുന്നേരം മറ്റേ കുടമാറ്റം കാണാനായിട്ട്. അപ്പോൾ ഈ ശ്രീരാമൻ്റെ മുമ്പിൽ ഹനുമാൻ നിൽക്കുന്ന അതേ രീതിയിലാണ്, അതേ പോസ്റ്ററിലാണ് അജിത് കുമാർ നിൽക്കുന്നത്. അത് കണ്ടപ്പോൾ ഞാൻ വിചാരിച്ചു, ഇങ്ങനെയുള്ള ആളുകളാണ് ഇപ്പോൾ IPS എന്ന് പറഞ്ഞ 3
അക്ഷരമൊക്കെ ഇങ്ങനെ എഴുതി പിടിപ്പിച്ച് ഇവിടെ ഇതൊക്കെ കുത്തി ആ നിലയിലൊക്കെയുള്ള ആളുകൾക്ക് ഇതുപോലെയൊക്കെ പറ്റും. അപ്പോൾ ഈ അമിത വിധേയത്വം കൊണ്ട് സസ്പെൻഷൻ കിട്ടിയ അജിത് കുമാറിൻ്റെ ഒരു എക്സാമ്പിൾ കണ്ടിട്ട് ഇനിയെങ്കിലും പോലീസിലുള്ളവർക്ക് ഒരു നട്ടലുണ്ടാകുമോ? അത് വളരെ ദുഷ്കരമാണ്. നട്ടലുള്ള ആളുകൾക്ക് പോലീസിൽ നിലനിൽക്കാൻ ബുദ്ധിമുട്ടായിരിക്കും. തൻ്റെ ഇടമായിട്ട് നിൽക്കാൻ വെച്ചാലും ബുദ്ധിമുട്ടായി. അപ്പോൾ ഒന്നില്ലെങ്കിൽ വേറൊരു കാരണത്തിന് ഇതുപോലെ നടപടികൾ വരികയും ചെയ്തതിനും ചെയ്യാത്തതിനുമൊക്കെ കുറ്റം പഴയ ആൾക്കാരായിട്ട് വരും. ഇപ്പോൾ തൃശ്ശൂർ പൂരം കലക്കിയത് അജിത് കുമാറാണ് എന്ന് പലരും സത്യത്തിലല്ല. അത് അങ്കിത് അശോകൻ എന്ന് പറഞ്ഞ ഒരു ചെറുപ്പക്കാരൻ അയാളുടെ ഒരു ധാർഷ്ട്യക്കൂട്ട് ചെയ്ത അബദ്ധമാണ്. കാരണം അജിത് കുമാർ പറഞ്ഞൊക്കെ എത്രയോ മുമ്പ് തന്നെ പൂരം അലങ്കോലമായിരുന്നു. കാലത്ത് 7 മണിക്ക് ഞാൻ ചെല്ലുമ്പോൾ പൂരം ട്രാക്ക് തെറ്റിയാണ് കൂടുന്നത്. അത് രാത്രിയൊക്കെ ആകുമ്പോഴേക്കും നിയന്ത്രണാതീതമായ നിലയിലേക്ക് എത്തിയെന്നുള്ളതാണ് സത്യം. ഈ അടുത്ത കാലത്ത് ഒരു തൂഫാൻ വാരിയർ എന്ന് പറഞ്ഞിട്ട് നമ്മുടെ രമേശ് ചെന്നിത്തല പലരുടെയും പോയി ബാഡ്ജൊക്കെ കുത്തുന്ന പടങ്ങളൊക്കെ പലതും നമ്മൾ കണ്ടിരുന്നു. അപ്പോൾ ഇപ്പം വിജിലൻസ് കമാൻഡോ എന്ന് പറഞ്ഞ പരിപാടിയും ഇപ്പോൾ തുടങ്ങിയിട്ടുണ്ട്. നിവിൻ പോളിയാണ് ആദ്യത്തെ കമാൻഡോ. വിസിൽ ഊതുക എന്നുള്ള കഴിഞ്ഞ ദിവസം തിരുവനന്തപുരത്ത് അതിൻ്റെ വിസിൽ ഊതി ഉദ്ഘാടനമൊക്കെ നടന്നു. അതായത് അഴിമതിയില്ലാത്ത ഒരു ഭരണം, പ്രോജക്റ്റ് സീറോ എന്നൊക്കെ പറഞ്ഞു. അപ്പോൾ തൂഫാൻ വാരിയർ നടന്നുകൊണ്ടിരിക്കുന്നു. ഇപ്പോൾ വിജിലൻസ് കമാൻഡോ വന്നു. ഇനി അടുത്തത് എന്തായിരിക്കും അവതരിപ്പിക്കുന്നത്? അല്ല, ഇതിപ്പോൾ ഈ നമ്മുടെ നാട്ടിലുള്ള ഈ ചട്ടമ്പികളുണ്ടല്ലോ, മാഫിയ സംഘങ്ങൾക്കെതിരായിട്ടുള്ള എന്തെങ്കിലും ആയിരിക്കും. അത് കുറച്ചുകൂടി ആപൽക്കാരായിരിക്കും. കാരണം ഇത് കുത്തിയിട്ട് നടന്നാൽ പോലും മറ്റവന്മാരെ പിടിച്ച് കുത്താതെ നോക്കണം. ആര് ഈ ഗുണ്ട മാഫിയ സംഘം ഈ തൂഫാൻ വാരിയറായിട്ട് ബാഡ് ചൂത്തി കൊടുക്കുന്നതിലല്ല കാര്യം. മയക്കുമരുന്ന് സംഘത്തെയൊക്കെ നിയന്ത്രിക്കാൻ പറ്റുമോ എന്നുള്ളതാണ് പ്രശ്നം. പലപ്പോഴും പോലീസുകാർ കുറേ ജോലിയൊക്കെ ചെയ്യുന്നുണ്ട്, എക്സൈസുകാർ ഇതിനേക്കാൾ നന്നായിട്ട് ചെയ്യുന്നുണ്ട്. പക്ഷേ അത് എന്തുമാത്രം എഫക്റ്റീവാകും? ഞാൻ പറഞ്ഞത് വൻ തോക്കുകൾ MDMA ആണെങ്കിലും കഞ്ചാവടിയിലൊക്കെ അതിന് പുറകിൽ വലിയ ശക്തികളുണ്ടല്ലോ. നമ്മൾ കാണുന്ന പോലെ എന്താണ് മറ്റേ ദിവസം കൂലിക്ക് വരുന്ന അധ്യാപകന്മാരല്ല. അവരൊക്കെ കാണപ്പെടുന്നതിൻ്റെ എങ്ങേറ്റത്തെ കണ്ണികൾ മാത്രം. അവർക്ക് സപ്ലൈ ചെയ്ത ആളുകൾ, ആ സപ്ലൈ ചെയ്യുന്ന ആളുകൾക്ക് സപ്ലൈ ചെയ്യുന്നവരുണ്ട്. ആ നിലയിലേക്ക് പോകണം. അതിന് ഇവരെ കൊണ്ട് സാധിക്കുമോ എന്നുള്ളതാണ് നമ്മുടെ ചോദ്യം. ചെറിയ കച്ചവടക്കാരെയൊക്കെ പോലീസുകാർക്ക് പിടിക്കും. വേണമെങ്കിൽ ആഞ്ഞു പിടിച്ചാൽ കുറേ കൂടി പേരൊക്കെ പിടിക്കാൻ പറ്റും. ഞാൻ ചെന്നിത്തലയുടെ ആത്മാർത്ഥതയെ ചോദ്യം ചെയ്യല്ല. പക്ഷേ അതിലും വിപുലമായ ഓപ്പറേഷൻ കുറച്ചുകൂടി ബുദ്ധിയുള്ള ഒരു പോലീസ് ഉദ്യോഗസ്ഥനെ ഉപയോഗിച്ചിട്ട് ഇത് എവിടെ നിന്നാണ് ഇത് വരുന്നത് അത് ട്രാക്ക് ചെയ്യുകയും അവിടെ പിടിക്കുകയും ചെയ്താൽ സംഗതി കുറേ വ്യത്യാസം വരും. പക്ഷേ ഈ മയക്കുമരുന്നിൻ്റെ ഉപയോഗം സാർവത്രികമാണ്. നമ്മൾ വിചാരിക്കുന്നതിനേക്കാളൊക്കെ ഭയങ്കരമാണ്. ഞാനിവിടെ ഈ എറണാകുളം ജില്ലയിൽ മധ്യഭാഗത്തുള്ളൊരു കോളേജിൽ കുറച്ച് കാലം മുമ്പ് കോവിഡ് സമയത്ത്, കോവിഡ് കഴിയുന്ന മാറുന്ന സമയത്ത് ഒരു പരിപാടിയിൽ പങ്കെടുക്കാൻ പോയപ്പോൾ പ്രിൻസിപ്പൾ പറഞ്ഞു, കാര്യമൊക്കെ വലിയ കഷ്ടമാണ്. ഈ കോളേജിൽ ഈ ആർട്സ് ഡേക്ക് അല്ലെങ്കിൽ കോളേജ് യൂണിയൻ ഇനാഗുറേഷനൊക്കെ അന്ന് നമുക്ക് ഈ ആൺകുട്ടികളുടെ ടോയ്ലറ്റിൻ്റെ കടി ചെല്ലാൻ പറ്റില്ല. കംപ്ലീറ്റ് സിറിഞ്ചായിരിക്കും. സിറിഞ്ച് ആർട്സ് ആൻഡ് സയൻസ് കോളേജാണ്. ഇതാണ് നമ്മുടെ ഇപ്പോഴത്തെ അവസ്ഥ. ഒരു ചെറിയ തൂഫാൻ കൊണ്ടൊന്നും പ്രശ്നം തീരില്ല. വാരിയർ കൊണ്ട് കാര്യമില്ല. കാന്തപുരം മുസ്ലിയാരെ ബാഡ്ജ് കുത്തിക്കും. അല്ലാണ്ട് ജിഫ്രി തങ്ങൾക്ക് ചെന്നിത്തല വീട്ടിൽ ചെന്ന് കുത്തി കൊടുക്കുന്നു. അതുപോലെ തന്നെ ഈ വിജിലൻസ് കമാൻഡോ, ഇപ്പം നിവിൻ പോളി ആദ്യ കമാൻഡോ, അതുപോലെ വിജിലൻസ് അഴിമതി സീറോ ആകുക കേരളത്തിൽ എന്നുള്ളതായിരുന്നു ഉദ്ദേശം ആ പദ്ധതിയുടെ, പ്രോജക്റ്റ് സീറോയുടെ. അപ്പോൾ അത് നമ്മുടെ ഇവിടെ എറണാകുളം കോർപ്പറേഷൻ അല്ലെ തിരുവനന്തപുരം കോർപ്പറേഷനിലെ അഴിമതിയില്ലാത്ത കോർപ്പറേഷൻ, അതുപോലെ അഴിമതിയില്ലാത്ത മൂന്നാറിലെ വില്ലേജ് ഓഫീസ്, PWDയിൽ അഴിമതിയില്ല എന്നൊക്കെ നമുക്ക് ഇങ്ങനെ കാണാൻ പറ്റുമോ? അതൊക്കെ താത്വികമായിട്ട് മാത്രമേ ശരിയാവുള്ളൂ. മന്ത്രിസഭയിലെ അഴിമതി ആദ്യം ഇല്ലാണ്ടാക്കണം. അത് കഴിഞ്ഞിട്ട് നമുക്ക് പുറത്തേക്ക് ഇറക്കിയിട്ട് അല്ല തുടങ്ങുന്നത്. നമ്മൾ സ്വന്തം വീട്ടിൽ നിന്നോട്ട് ക്ലീനാക്കിയിട്ട് തുടങ്ങുന്നുണ്ട്. സ്വച്ഛ ഭാരത അഭിയാനാണെങ്കിലും ഈ മന്ത്രിസഭയിൽ അഴിമതിക്കാരായ ആരൊക്കെ ഉണ്ടെന്നുള്ളത് ചെന്നിത്തലയ്ക്ക് അറിയാലോ. പുള്ളി വളരെ കാലം എക്സ്പീരിയൻസ് ഉള്ളതാണ്. അവരെയൊക്കെ ഒന്ന് ടാർഗറ്റ് ചെയ്യണം. അവരെ വിളിച്ച് പുള്ളി സ്നേഹമായിട്ട് പറഞ്ഞാൽ നിങ്ങൾ അഴിമതി നിർത്തുന്നു, നമ്മൾ അഴിമതി മൊത്തത്തിൽ ഇല്ലാണ്ടാക്കാൻ പോകും എന്ന് പറഞ്ഞാൽ ജോലി എളുപ്പമുണ്ട്. അല്ലാണ്ട് ഈ വില്ലേജ് ഓഫീസിൽ താലൂക്ക് ഓഫീസിലേക്ക് അഴിമതി ഇല്ലാതാക്കുന്നത് നല്ലതാണ്. പക്ഷേ അതുകൊണ്ട് പ്രശ്നം തിരുവനന്തപുരത്താണ് പ്രശ്നം. ഇപ്പോൾ നമ്മുടെ രമേശ് ചെന്നിത്തലയുടെ കീഴിലുള്ള ക്രൈം ബ്രാഞ്ച് ഒരു സ്പെഷ്യൽ ഇൻവെസ്റ്റിഗേഷൻ ടീം PSCയിലെ തിരിമറി അഴിമതി എന്നൊക്കെ പറഞ്ഞത് അന്വേഷിച്ച്
അവിടെ ഇപ്പോൾ അടുത്ത കാലത്ത് പ്ലാനിംഗ് ബോർഡിലേക്കുള്ള സുപ്രധാന വകുപ്പ് പോസ്റ്റിലേക്കുള്ളവരെ തന്നെ ഒരു പാർട്ടിയുടെ CPM പാർട്ടിയുടെ ഒരാളെയാണ് നിയമിച്ചത്. പക്ഷേ അയാൾക്ക് തിരിമറിയൊന്നും ഇല്ലായിരുന്നെങ്കിൽ റാങ്ക് ലിസ്റ്റിൽ പോലും വരത്തില്ല എന്നുള്ളത് ഇപ്പോൾ തെളിഞ്ഞു കഴിഞ്ഞു. അപ്പം അതുപോലെ ഇതിനു മുമ്പും SFIയുടെ ഒരു ശിവരഞ്ജിത്ത് അതുപോലെ എന്നൊക്കെ പറഞ്ഞിട്ട് 1ാം റാങ്ക് 2ാം റാങ്കൊക്കെ കിട്ടി. പക്ഷെ അവർ പരീക്ഷ യൂണിവേഴ്സിറ്റി എഴുതിയപ്പോൾ തന്നെ 0, 4 അങ്ങനെ അതൊക്കെ കിട്ടി. അപ്പോൾ ഈ PSC ചെയർമാൻ രാജിവെക്കണ്ടേ? അതുപോലെ PSC ചെയർമാനും 2 അംഗങ്ങളും കൂടിയാണ് ഇപ്പോഴത്തെ ഈ ഇന്റർവ്യൂ നടത്തിയത്, തെരഞ്ഞെടുത്തത്. PSCയുടെ വിശ്വാസ്യത നഷ്ടമായതുള്ളതിൽ ഏറ്റവും വലിയ പ്രശ്നം ഈ കേരളത്തിൽ വിശ്വാസ്യതയുള്ള വളരെ അപൂർവം സംവിധാനങ്ങളുള്ളൂ. കേരള ഹൈക്കോടതി എന്ന് പറയുന്നത്, അല്ലെങ്കിൽ PSC, അങ്ങനെ ചില അതിന് മാത്രമേ ജനങ്ങൾക്ക് എന്തെങ്കിലും ഒരു വിശ്വാസവും. അതിൽ ഏറ്റവും പ്രധാനപ്പെട്ട ഒന്നാണ് PSC. അതിൽ ഈ രീതിയിലുള്ള അക്രമങ്ങൾ നടന്നപ്പോൾ ശിവരഞ്ജിത്ത് അല്ലെങ്കിൽ നസീം എന്നൊക്കെ പറഞ്ഞവന്മാർ ചെയ്യുന്നത് അത് മാൽ പ്രാക്ടീസാണ്. കോപ്പി അടി അല്ലെങ്കിൽ മറ്റേ യന്ത്രം ഉപയോഗിച്ച് മറ്റേ അവരുടെ CPM സംവിധാനം ഉപയോഗിച്ച് തട്ടിപ്പ് നടത്തി. അത് പോലീസ് കോൺസ്റ്റബിൾ എന്ന് പറഞ്ഞ പോസ്റ്റിലേക്കാണ്. ഇതങ്ങനെയല്ലല്ലോ. PSC മെമ്പറും PSC ചെയർമാനും ഉൾപ്പെട്ട വലിയ തട്ടിപ്പ്. എന്ന് പറഞ്ഞാൽ അതിൻ്റെ അർത്ഥം എന്താണ്? മറ്റത് കോപ്പിയടിയാണ് അല്ലെങ്കിൽ മറ്റു തരത്തിലുള്ള മാൻ പ്രാക്ടീസാണ്. അതിപ്പോൾ ഏത് പരീക്ഷയിലൊക്കെ സംഭവിക്കാവുന്നു. ഇതങ്ങനെയല്ലോ. ഇത് അതിഭയങ്കരമായ വിശ്വാസവഞ്ചന. അപ്പോൾ അതുകൊണ്ട് PSCയുടെ മൊത്തത്തിൽ വിശ്വാസ്യത നഷ്ടപ്പെട്ടു. അപ്പോൾ PSC ചെയർമാനെ റിമൂവ് ചെയ്യണമെങ്കിൽ അതിൽ വലിയ ബുദ്ധിമുട്ടാണ്. അത് ഭരണഘടനാപരമായിട്ടുള്ളൊരു സ്ഥാപനമാണ്. ഒരിക്കൽ അതിനകത്ത് കയറി ഇരുന്ന് കഴിഞ്ഞാൽ പിന്നെ അയാളെ പുറത്താക്കണമെങ്കിൽ വലിയ നടപടിക്രമം. പുറത്താക്കല്ല, ഈ ധാർമ്മിക ഉത്തരവാദിത്വം എന്ന് പറയുന്ന ഒരു കാര്യമുണ്ടല്ലോ. കാരണം അദ്ദേഹം ഇരുന്ന് ഇന്റർവ്യൂ നടത്തിയ ആള് റാങ്ക് ലിസ്റ്റ് പോലും വരാൻ യോഗ്യനല്ല, ഫുൾ തിരിമറിയാണ് എന്നുള്ളത് അന്വേഷണത്തിൽ ഇപ്പോൾ കണ്ടുപിടിച്ചു കഴിഞ്ഞു. അപ്പോൾ പിന്നെ അദ്ദേഹം രാജിവെക്കാന്നുള്ളതാണ് ചെയ്യേണ്ടത്. അദ്ദേഹം രാജിവെക്കണ്ടേ? അപ്പം അദ്ദേഹം രാജിവെക്കണം, തീർച്ചയായിട്ടും രാജിവെക്കണം. അദ്ദേഹം നിശ്ചയമായിട്ട് രാജിവെക്കണം. എന്ന് മാത്രമല്ല, രാജിവെച്ചില്ലെങ്കിൽ അദ്ദേഹത്തോട് രാജിവെക്കാനായിട്ട് സർക്കാർ ആവശ്യപ്പെട്ടാൽ രാജിവെക്കുമെന്നാണ് പറയുന്നത്. പക്ഷെ അങ്ങനെയല്ലല്ലോ. ധാർമ്മികമായിട്ട് സർക്കാരിന് ഉത്തരവാദിത്വമുണ്ട്. ഇത്ര വലിയ തട്ടിപ്പ് നടത്തിയ ആള് PSC ചെയർമാനായിരിക്കുന്നത് സർക്കാരിന്റെ ഭരണ സംവിധാനത്തിന്റെ വിശ്വാസം ചോദിക്കും. എന്നിട്ട് രാജിവെച്ചില്ലെങ്കിൽ അപ്പം പറയുള്ളത് ഞങ്ങൾ രാജിവെക്കാൻ പറഞ്ഞു, എന്നിട്ട് രാജിവെച്ചില്ല എന്ന് പറയും. അതാണ് ചെയ്യേണ്ടത്. നമ്മുടെ മുഖ്യമന്ത്രി പറയുന്ന ഒരു കാര്യമുണ്ട്, പ്ലാനിംഗ് ബോർഡ് ഒരു തിങ്ക് ടാങ്ക് ആയിരിക്കും, അറിയാമല്ലോ. അപ്പം ഇപ്പോൾ അടുത്ത കാലത്ത് അത് പുനഃസംഘടിപ്പിച്ചു. അപ്പോൾ പുനഃസംഘടിപ്പിച്ചപ്പോഴത്തേക്കും ഈ തിങ്ക് ചെയ്യാനുള്ള ടാങ്ക് കാലിയായ ആളുകളും ഈ അതിൻ്റെ അകത്ത് കയറി കൂടിയിട്ടുണ്ട്. വൈസ് ചെയർമാൻ എന്ന് പറഞ്ഞൊരു 15 വർഷം മുമ്പ് 5 വർഷത്തോളം വൈസ് ചെയർമാനായിട്ട് തന്നെ ഇരുന്ന ആളാണ്. അപ്പോൾ പ്ലാനിംഗ് ബോർഡ് കഴിഞ്ഞ ഒരു 10-15 വർഷമായിട്ട് നമ്മൾ നോക്കിക്കഴിഞ്ഞാൽ അതിൻ്റെ റിസൾട്ട് ഔട്ട്കം നോക്കുമ്പോൾ ഇപ്പം വൈറ്റില ജംഗ്ഷനോ അല്ലെങ്കിൽ ഇടപ്പള്ളി ജംഗ്ഷനോ അല്ലെ അതുപോലെ ഈ പ്ലാനിംഗ് എന്ന് വെച്ച് കഴിഞ്ഞാൽ നഗരാസൂത്രണത്തിലൊക്കെ ഉണ്ടാവണമല്ലോ എല്ലായിടത്തും പ്ലാനിങ്. അപ്പോൾ ഈ പ്ലാനിംഗ് ബോർഡ് കൊണ്ട് എന്തെങ്കിലും പ്രയോജനം ഇവിടെ നമ്മൾ കാണുന്നുണ്ടോ? പ്ലാനിംഗ് ബോർഡ് കൊണ്ട് അതിൽ മെമ്പർമാരായിരിക്കുന്നവർക്ക് മറ്റവർക്കൊക്കെ ചില ഗുണങ്ങൾ ഉണ്ടാവുന്നല്ലാണ്ട് സാധാരണ അതിൽ അങ്ങനെ ഒരു ബുദ്ധിപരമായിട്ടുള്ള പ്രവർത്തികൾ അവിടെ ചെയ്യുന്നുണ്ടെന്ന് എനിക്ക് സംശയമുണ്ട്. പിന്നെ ഓരോ സർക്കാർ വരുമ്പോഴും അവർ ധനകാര്യ വിദഗ്ധന്മാരാണ് അല്ലെങ്കിൽ മറ്റു രംഗത്ത് കഴിവ് തെളിയിച്ചവരാണെന്ന് വിചാരിക്കുന്ന ആളുകൾ ഈ രംഗത്ത് വയ്ക്കും. ഞാൻ വേറൊരു ഉദാഹരണം പറയും. സാഹിത്യ അക്കാദമിയിൽ മെമ്പറായിട്ട് അല്ലെങ്കിൽ ഇതിൻ്റെ നിർവാഹക സമിതി വരുന്നത് ആ ആളുകളൊക്കെ സാഹിത്യമായിട്ട് വല്ല ബന്ധമുള്ളവരാണ് ഇരിക്കുന്നത്. പാർട്ടി സാഹിത്യകാരന്മാരായിരിക്കും. എരുമേലി പരമേശ്വരൻ പിള്ള എന്നൊക്കെ പറഞ്ഞ പോലെ ലോകപ്രസിദ്ധ സാഹിത്യകാരന്മാരായിരിക്കും. എമ്മൻ കുറുപ്പ്, ഇങ്ങനെ ദേശാമാനി ചിന്തയിലൊക്കെയുള്ള CPIക്കാർക്ക് പിന്നെ മലയാളം അക്ഷരം അറിയാവുന്ന ആൾക്കാരെങ്കിലുമൊക്കെ വെക്കാൻ പറ്റും. കോൺഗ്രസ്സുകാർക്ക് അതുപോലെ കിട്ടൂല. മനസ്സിലായില്ലേ? കാരണം സാംസ്കാരിക നായകന്മാർ മിക്കവരും എല്ലാവരും ഇടതുപക്ഷക്കാരായതുകൊണ്ട്. ഈ ഉമ്മൻചാണ്ടിയുടെ സർക്കാരുള്ള സമയത്ത് സാഹിത്യ അക്കാദമിയിലേക്ക് നാമനിർദ്ദേശിക്കപ്പെട്ടൊരാൾ, ഞാനിപ്പോൾ പേര് പറയുന്നില്ല, ആളിപ്പോഴും ഉണ്ട്. മാവേലിക്കരയിൽ ഒരു പണമിടപാട് സ്ഥാപനം നടന്ന ആള്. ഈ കോമൺവെൽത്ത് ഗെയിംസ് ഇപ്പോൾ നടക്കുകയാണല്ലോ. അപ്പോൾ പണ്ട് കാലത്ത് കേരളത്തിൽ നിന്ന് ഇഷ്ടംപോലെ ആൾക്കാർ PT ഉഷ, ഷൈനി വിൽസൺ, MD വത്സമ്മ, അങ്ങനെ ഇഷ്ടംപോലെ ആൾക്കാർ ഏതെങ്കിലും ഒരു ഇൻ്റർനാഷണൽ അത്ലറ്റിക്സ് മീറ്റിലോ അങ്ങനെയൊക്കെ ഉണ്ടായിരുന്നു. ഗെയിംസിലൊക്കെ ഉണ്ടായിരുന്നു. അതെ.
അങ്ങനെയുള്ള ആൾക്കാരുണ്ട്. പിന്നെ സിറിൽ വെള്ളൂർ, അബ്ദുൾ റസാഖ്, അവരൊക്കെ വോളിബോളിൽ വലിയ പ്രഗത്ഭ താരങ്ങളായിരുന്നു. ഉണ്ടായിരുന്നു. ഫുട്ബോളിലാണെങ്കിലും ഉണ്ടായിരുന്നു. വിജയനുണ്ടായിരുന്നു. അതിന് മുമ്പ് പാപ്പച്ചൻ. അതെ അതെ. പക്ഷേ ഇപ്പോൾ ഈ കേരളത്തിൽ നിന്നുള്ള ഒരു സ്പോർട്സ് പേഴ്സൺസ് സഞ്ജു സാംസൺ ക്രിക്കറ്റ് ഒഴികെ അല്ലാതെ നമ്മൾ അധികം ശ്രീജേഷ് ഉണ്ടായിരുന്നു ഹോക്കിയിലെ, നമ്മുടെ ഗോൾ കീപ്പർ. പുള്ളി കളി നിർത്തിയപ്പോൾ പിന്നെ ചാക്കോയോ അങ്ങനെ എന്തോ. എന്തുകൊണ്ടാണ് ഈ ഇത്രയും നമുക്ക് സ്പോർട്സ് മന്ത്രിയുണ്ട്, എപ്പോഴും സ്പോർട്സ് മന്ത്രി ഉണ്ടല്ലോ, കഴിഞ്ഞ മന്ത്രിസഭയിലും വലിയ പ്രഗത്ഭനായ മെസ്സിയെ ഇപ്പോൾ കൊണ്ടുവരുന്നൊക്കെ പറഞ്ഞിട്ടുള്ള പ്രഗത്ഭരായ സ്പോർട്സ് മന്ത്രിമാരുണ്ട്. എന്താണ് ഈ സ്പോർട്സ് മന്ത്രിമാരുടെ പണി ആക്ച്വലി? അല്ല, സ്പോർട്സ് മന്ത്രിമാർക്കാരെ കുറിച്ച് വല്ല ധാരണ ഉണ്ടാവില്ല, അതൊരു കാര്യം. പക്ഷെ മൊത്തത്തിൽ കേരളം ഈ രംഗത്ത്, കായിക രംഗത്ത് പിന്തള്ളപ്പെട്ടു പോയി. ഇപ്പോൾ ഷൈനി വിൽസനൊക്കെ മുമ്പ് യോഹന്നാനുണ്ടായിരുന്നു. ടെഹ്റാൻ ഏഷ്യൻ ഗെയിംസിൽ റെക്കോർഡോടുകൂടി സ്വർണ്ണം നേടിയ യോഹന്നാൻ, സുരേഷ് ബാബു, രണ്ട് ലോങ് ജമ്പേഴ്സ്. അങ്ങനെയുള്ള ആളുകളൊക്കെ ഉണ്ടായിരുന്നു. വത്സമ്മ, പിന്നെ ഉഷ, അതുപോലെ ഷൈനി വിൽസൺ, അങ്ങനെ ഒരുപാട് പേര്, പ്രത്യേകിച്ചും വനിതാ താരങ്ങളുണ്ട് ഒരുപാട് പേര്. ആ രംഗത്തൊക്കെ കേരളം പിന്തള്ളപ്പെട്ടു പോയി. പക്ഷേ അതിനൊരു കാരണം ഇത് ശരിയായ ഡ്രൈവ് ഉണ്ടാകുന്നില്ല എന്നതാണ്. പ്രതിഭകളെ കണ്ടെത്താനും അവരെ ഉയർത്തിക്കൊണ്ടു വരാനുള്ളൊരു സംഗതി നടക്കുന്നില്ല. പിന്നെ ഈ സ്പോർട്സ് താരങ്ങളായിട്ട് വരുന്ന ആളുകൾ മിക്കവരും തന്നെ ഇതിൻ്റെ കോട്ടയിൽ മെഡിക്കൽ കോളേജിലോ എഞ്ചിനീയറിംഗ് കോളേജിലോ അല്ലെങ്കിൽ PSC മെഡിക്കൽ ജോലി കിട്ടാനോ വേണ്ടി മാത്രം ഈ രംഗത്ത് വരുന്നവർ അങ്ങനെ ഉണ്ട്. അങ്ങനെ ഒരു പ്രശ്നം വരുമ്പോൾ സ്വാഭാവിക കരിയർ തിരഞ്ഞെടുത്ത് ആ വഴിക്ക് പോകും. അങ്ങനെ ഒരു പ്രശ്നമുണ്ട്. കേരളത്തിലിപ്പോൾ വരുന്നില്ല. നേരെ കുറച്ച് പല സംസ്ഥാനങ്ങളിൽ ഇതിനുവേണ്ടി വലിയ ഡ്രൈവ് നടത്തുന്നു. ഇപ്പം നമ്മൾ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം, ദേശാന്തരീയ തലത്തിൽ ഇന്ത്യ കുറേ കൂടി മെച്ചപ്പെട്ടു പണ്ടത്തേക്കാൾ. പണ്ടൊക്കെ നമ്മൾ ഒളിമ്പിക്സിലൊക്കെ പോയാൽ പോലും വരൽ മാത്രമേ ഉള്ളൂ. ഇവിടുന്ന് വലിയൊരു കണ്ടിജൻറ്റ് ബോർഡറിൽ ഒളിമ്പിക്സിൽ പോകും, അല്ലെങ്കിൽ മോസ്കോ ഒളിമ്പിക്സിൽ പോകും. പോയ പോലെ തന്നെ തിരിച്ചു വരും. പണ്ടൊക്കെ ഹോക്കിയിൽ ഒരു വോട്ട് മെഡൽ കിട്ടുന്നത്, പിന്നെ വോട്ട് മെഡൽ കിട്ടണ്ടേ ഒരുപാട് കാലത്തേക്ക്. ഇപ്പം അങ്ങനെയല്ലോ, ഒരു അമിതാവ് ബിന്ദ്ര എന്നൊക്കെ പറയാം, അല്ലെങ്കിൽ രാജ്യവർദ്ധൻ റത്തോഡ് എന്തെങ്കിലുമൊക്കെ മേടിച്ചിട്ട് വരും. ചോപ്ര, ജാവലിൻ താരം ഒക്കെ ഉണ്ടായിരുന്നു. അങ്ങനെ നീരജ് ചോപ്ര, അങ്ങനെ പലരും അതിനകത്ത് വരാൻ തുടങ്ങി. അത് വെച്ചാൽ ഇന്ത്യ ഗവൺമെൻറ് ഇതിന് വലിയ ഒരു ഇനിഷ്യേറ്റീവ് നടത്തുന്നുണ്ട്. മൻമോഹൻ സിംഗ് ആയാലും നരേന്ദ്രമോദിയായാലും. പിന്നെ പല സംസ്ഥാനങ്ങളും വലിയ ഡ്രൈവാണ്. ഇപ്പോൾ ഹോക്കി, ഇന്ത്യൻ ഹോക്കി ടീം എത്ര കൊല്ലമായിട്ട് പൊളിഞ്ഞിടക്കായിരുന്നു. അത് ഒറ്റക്കൊരാളാണിത് തിരിച്ചു കൊടുക്കുന്നത്. നമ്മുടെ ഒഡീഷ മുഖ്യമന്ത്രിയായിരുന്ന നമ്മുടെ നവീൻ പട്നായിക് അദ്ദേഹം വ്യക്തിപരമായ താല്പര്യം കൊടുത്ത്, ഈ ഒഡീഷ എന്ന് പറഞ്ഞാൽ ദരിദ്ര സംസ്ഥാനമാണ്, കേരളത്തിൻ്റെ ഒന്നും പകുതി സൗകര്യമില്ല, അവിടെ 5 or 6 ദേശാന്തരീയ നിലവാരത്തിലുള്ള സ്റ്റേഡിയങ്ങളുണ്ടാക്കി. ബിർസ മുണ്ട സ്റ്റേഡിയം അടക്കം അവിടെ എല്ലാവിധ സൗകര്യങ്ങളും സജ്ജീകരണങ്ങളും ഉണ്ടാക്കി. സംസ്ഥാനത്തിനകത്തും പുറത്തും നിന്നുള്ള താരങ്ങളെ അവർക്ക് പരിശീലനം കൊടുത്തു. കംപ്ലീറ്റ് ചിലവും ഒഡീഷ സർക്കാരാണ് വഹിക്കുന്നത്. ഇന്ത്യൻ ടീമിൻ്റെ സ്പോൺസേഴ്സ് ഒഡീഷ ഗവൺമെൻറ്റാണ്. അവരിടുന്ന ജേഴ്സിയിൽ തന്നെ ഒഡീഷയുടെ എംബ്ലം വെച്ചിട്ടാണ് ഞാൻ പറഞ്ഞത്. ആ രീതിയിലേക്ക് ഒരു ടീമിനെ അവർ ഉയർത്തി കൊടുക്കും. ഒരു ഹോക്കി, വനിതാ ഹോക്കിയും പുരുഷ ഹോക്കിയും ഒരു ഇവൻ്റ് അവർ ഏറ്റെടുക്കുന്നത്. അത് ഈ ഹോക്കിയിൽ അത്ര വലിയ പാരമ്പര്യമുള്ളൊരു സ്റ്റേറ്റല്ല ഒഡീഷ. പഞ്ചാബ്, ഹരിയാനയൊക്കെ അവരാണ് ഇതിൻ്റെ ആളുകൾ, അവരുടെ ഇതിൻ്റെ മുതലാളിമാർ. അപ്പോൾ ഒരു വ്യക്തി, ഒരു മുഖ്യമന്ത്രി എടുത്ത ഇനിഷ്യേറ്റീവ് ഡ്രൈവാണ്. അത് ആത്മാർത്ഥമായിരുന്നു. അതുകൊണ്ടാണ് പത്രത്തിൽ പേര് വരാൻ വേണ്ടിയിട്ടാണെങ്കിൽ സംഗതി പൊളിഞ്ഞു. പിന്നെ വേറെ മെച്ചം കിട്ടിയത് നവീൻ പട്നായിക് ഒരുപാട് കാലം മുഖ്യമന്ത്രി ആയിട്ടിരുന്നു, 30 വർഷത്തിലധികം, ഒരുപാട് കൊല്ലം. അപ്പം അത് കണ്ടിന്യൂ ചെയ്യാൻ പറ്റില്ല. നേരെ കുറച്ച് ഇപ്പോൾ ഒരാൾ കയറി 5 കൊല്ലം കഴിഞ്ഞ് പുതിയ ഒരാൾ ആദ്യം വന്നാൾ ആദ്യം ചെയ്യണത് ഇവരുണ്ടാക്കിയ സാധനം കംപ്ലീറ്റ് നശിപ്പിക്കലായിരുന്നു. അങ്ങനെ ഉണ്ട്. അപ്പോൾ അങ്ങനെ ആ രീതിയിലൊരു സസ്റ്റൈൻഡ് എഫർട്ട് ഉണ്ടെങ്കിൽ മാത്രമേ കായിക രംഗത്തൊക്കെ കയറി വരാൻ പറ്റൂ. പക്ഷേ ഹരിയാന ഇപ്പോൾ ഒരു കുറേയധികം ചാമ്പ്യൻസിനെ ഗുസ്തിയിലെ അങ്ങനെയുള്ള സാധനങ്ങൾക്ക് അവർ പണ്ടോട്ടെ അതിൽ ഈ ജാട്ട് വിഭാഗത്തിൽ നിന്നുള്ള ആളുകൾ ഇതിൽ പണ്ടോട്ടെ വിദഗ്ധന്മാരാണ്. തന്നെ പലരും പഴയ ഗുസ്തിക്കാരാണ്. അങ്ങനെ ഉണ്ട്. പക്ഷെ നമുക്ക് ഇത്രയധികം പുഴയും വെള്ളവും തടാകവും ഒക്കെ ഉള്ളത്, നമ്മൾ ഈ സ്വിമ്മിങ്ങിലെങ്കിലും നമുക്കൊരു ഫോക്കസ് കൊടുത്തിട്ട് നമ്മുടെ ഇവിടുത്തെ മുഖ്യമന്ത്രിയോ അല്ലെങ്കിൽ സ്പോർട്സിൻ്റെ മന്ത്രി ഒരു നേതൃത്വം, ഇപ്പം അവർക്ക് ജാട്ടുകാർക്ക് ബോക്സിങ്ങോ അല്ലെങ്കിൽ വെയിറ്റ് ലിഫ്റ്റിങ്ങോ ആവട്ടെ, പക്ഷെ നമുക്ക് സ്വിമ്മിങ് പറ്റുമല്ലോ.
അല്ലെങ്കിൽ ഈ ഓടാൻ പറ്റുമല്ലോ, പണ്ട് ഓടിയിരുന്നല്ലോ, നമ്മുടെ പി ടി ഉഷ കക്ഷികളൊക്കെ ഓടിയിരുന്ന് ചാടിയിരുന്ന് ലോങ് ജമ്പ്. അപ്പോൾ അതിലൊക്കെ സ്പെഷ്യലൈസ് ചെയ്ത് നമുക്ക് കേരളത്തിൻ്റെ ഒരു യശസ് അല്ലെ പേര് ഒക്കെ പണ്ടത്തെ തിരിച്ചു പിടിക്കുക, അല്ലെങ്കിൽ കുറച്ചുകൂടെ മുന്നോട്ട് കൊണ്ടുപോകാൻ പറ്റേണ്ടതല്ലേ? തീർച്ചയായിട്ടും പറ്റുന്നതാണ്. പക്ഷേ ഇത് ഈ ഇന്ത്യൻ ഒളിമ്പിക് കമ്മിറ്റി അല്ലെങ്കിൽ സ്പോർട്സ് കൗൺസിൽ ഇതൊക്കെ മറ്റേ രാഷ്ട്രീയക്കാരാണ്, അതല്ലേ പ്രശ്നം. അതെ. അപ്പോൾ അതുകൊണ്ട് തന്നെ സ്വാഭാവികമായിട്ടും അവർക്ക് ഇതിൻ്റെ പ്രസിഡന്റ് എന്ന് പറഞ്ഞ് നടക്കാം എന്ന് മാത്രം, അതിന് താല്പര്യവും. ഇപ്പോൾ അടുത്ത കാലത്ത് ഇലക്ട്രിസിറ്റി നമുക്ക് ഒരു പ്രശ്നമായിരുന്നല്ലോ, സണ്ണി ജോസഫ് വന്നതിന് ശേഷം. അപ്പം എനിവേ അപ്പോഴാണ് നമുക്ക് മനസ്സിലായത് നമുക്ക് ഇത് പുറത്തുനിന്ന് വാങ്ങിക്കേണ്ട ഒരു സാധനമാക്കി കറണ്ട് മാറി. അതെ. അതുപോലെ റേഷൻ കടയിലെ സാധനങ്ങൾ പണ്ട് മുതലേ പുറത്തുനിന്നാണ് വരുന്നത്. അപ്പോൾ നമ്മുടെ മുഖ്യമന്ത്രി തന്നെ പുള്ളി ഒപ്പിടാൻ ഉപയോഗിക്കുന്ന പേന പുറത്തുനിന്ന് വരണം, പുള്ളി കഴിക്കുന്ന അരി പുറത്തുനിന്ന് വരണം, പുള്ളി ധരിക്കുന്ന ഷൂസ് പുറത്തുനിന്ന് വരണം. അങ്ങനെ എല്ലാ സാധനവും പുറത്തുനിന്ന് വരുന്ന ഒരു സംസ്ഥാനമാണ് ഇപ്പം മാറിക്കഴിഞ്ഞു. അതേസമയം നമുക്ക് വ്യവസായ മന്ത്രിയുണ്ട്, ഫിഷറീസ് മന്ത്രിയുണ്ട്, കൃഷി മന്ത്രിയുണ്ട്, കശുവണ്ടി മന്ത്രി വരെയുണ്ട്. അപ്പോൾ ഇവർക്കൊക്കെ എന്താണ് പണി ഇവിടെ? അല്ല, അവരുടെ കുഴപ്പം കൊണ്ടല്ല ഇത് ഇല്ലാണ്ടായത്, കാലങ്ങളായിട്ട് സംഭവിച്ചു പോയതാണ്. ഇപ്പം അങ്ങനെ പിന്നെ മന്ത്രിയും വേണ്ടല്ലോ. പിന്നെ ഇതിലൊന്നും കേരളത്തിലെ കഴിക്കാനുള്ള അരി ആന്ധ്രയെന്ന് പറഞ്ഞു, ഇല്ല പച്ചക്കറി തമിഴ്നാട്ടിൽ നിന്ന് പറഞ്ഞു, പിന്നെ കറണ്ട് രാമകൂട്ടത്തെന്ന് പറഞ്ഞു. ഇങ്ങനെയെല്ലാ സാധനങ്ങളും ഈ ഓണത്തിന് ഇടാനായിട്ട് പൂവ് അത് തോവാളയിൽ നിന്ന് തെങ്കാശിന്ന് പറഞ്ഞു. ഇങ്ങനെയാണ് നമ്മൾ ഓണം ആഘോഷിക്കുന്നത്. പിന്നെ ലിക്കർ മാത്രമാണ്, അത് പുറമേ നിന്ന് പറഞ്ഞു, ഡിസ്റ്റിലറിയും ഇവിടെ ഇല്ല. അപ്പം അങ്ങനെ കേരളം പബ്ലിക്, അതുകൊണ്ടാണ് കേരളീയർ എല്ലാവരും തന്നെ എന്താണ് രാജ്യത്തോട് കൂടുതലുള്ളവരായി മാറും. മനസ്സിലായി? മലയാളികൾ ഒരിക്കലും ഞങ്ങൾ ഇന്ത്യക്കാരല്ലാന്ന് പറയില്ല, ഞങ്ങൾക്ക് വേറെ രാജ്യം വേണമെന്ന് പറയില്ല. കാരണം വെച്ചാൽ വേറെ രാജ്യം നമ്മൾ തെറ്റിപ്പോയില്ല, നമ്മളെല്ലാ സാധനങ്ങളും പുറമേ നിന്ന് കൊടുത്ത് ജീവിക്കുന്നവരാണ്. പിന്നെ ഇവിടെ ജോലി ഇല്ലാത്തതുകൊണ്ട് നമ്മളും പഠിക്കാനാണെങ്കിലും ജോലിക്കാണെങ്കിലും പുറത്തേക്ക് പോകാം. അപ്പോൾ കേരളീയരെ പോലെ ഇത്രയും ഈ ദേശീയ ബോധമുള്ള ആളുകൾ വരണം. തമിഴ്നാട്ടുകാരാണെങ്കിൽ ഇടയ്ക്ക് ദ്രാവിഡസ്ഥാൻ എന്ന് പറയും, പഞ്ചാബികൾ ഖാലിസ്ഥാൻ എന്ന് പറയും. കാരണം അവർക്കൊക്കെ സ്വന്തം കാലിൽ നിൽക്കാത്ത ധൈര്യം ഉണ്ടാവും. കാശ്മീർ ഇന്ത്യയുടെ അവിഭാജ്യ ഘടകമാണെന്ന് പറഞ്ഞിട്ടില്ലേ? എന്തുകൊണ്ടാണ് നമുക്ക് തന്നെ സംശയമുണ്ട്, അവിഭാജ്യ ഘടകമാണോ അല്ലോ എന്നുള്ളത്. അതുകൊണ്ടാണ് ഇടയ്ക്കിടയ്ക്ക് പറഞ്ഞത് കേരളം ഇന്ത്യയുടെ അവിഭാജ്യ ഘടകം എപ്പോഴെങ്കിലും പറഞ്ഞത് ഇല്ല. എന്താ പറയാത്ത? ആർക്കും ഒരു സംശയമില്ല, സംശയമേ ഇല്ല. അതുകൊണ്ടാണ് അതിൻ്റെ കാരണം എന്താ? അല്ല, പക്ഷേ ഉത്സാഹിച്ചാൽ നമുക്ക് ഫിഷറീസ് മേഖല ഉൽപ്പാദനത്തിനുള്ള ഒരു മേഖലയാണ്. ഇപ്പോൾ കേന്ദ്ര ഗവൺമെൻറ്റിൻ്റെ ഈ ഫിഷറീസ് മേഖലയിലെ സിഫ്റ്റ് ഇവിടെ കൊച്ചിയിലാണ്. അതിൻ്റെ എക്സ്പോർട്ടിൻ്റെ മത്സ്യ എക്സ്പോർട്ട് സാധനം അത് കൊച്ചിയിലാണ്. സമുദ്ര പര്യവേഷണത്തിൻ്റെ സ്ഥാപനവും അതും എറണാകുളത്താണ്. ഓൾ ഇന്ത്യ ICRൻ്റെ ഓൾ ഇന്ത്യ ലെവലിലുള്ള മത്സ്യ മേഖലയിലെ എല്ലാ പ്രധാനപ്പെട്ട സ്ഥാപനങ്ങളും ഇവിടെയുണ്ട്. പക്ഷെ എന്തുകൊണ്ട് നമ്മൾ ആ ഒരു മേഖലയിൽ പോലും കടൽ വെറുതെ കിടക്കില്ലേ, അവിടെ പോയി നമുക്ക് പിടിച്ചാൽ മതിയല്ലോ, പിടിച്ച് പിന്നെ അത് പ്രോസസ്സ് ചെയ്ത് എക്സ്പോർട്ട് ചെയ്യുമോ, അങ്ങനെ കുറേ കാര്യങ്ങൾ പിന്നെ ഇൻലാൻഡിൽ ഒക്കെ കുറേ നമുക്ക് ഉണ്ടാക്കാൻ പറ്റും. അപ്പോൾ ഈ ഫിഷറീസ് മന്ത്രിമാർ ഇവിടെ ഇത്രയും കാലം ഇരുന്നിട്ടൊക്കെ ഇവരൊക്കെ എന്തുകൊണ്ടാണ് ഒരു നേതൃത്വം കൊടുക്കാത്തത് ഇതിനൊക്കെ? അത് ഈ ഫിഷറീസ് പോലുള്ള വകുപ്പുകളൊക്കെ മിക്കവാറും അപ്രസക്തരായ ആളുകൾക്കാണ് കൊടുക്കാറ്. സീരിയസ് ആയിട്ടുള്ള മന്ത്രിമാരാരും അങ്ങനെയുള്ള വകുപ്പ് എടുക്കാറില്ല. മാത്രമല്ല ആ രീതിയിലൊരു ഡ്രൈവും ഉണ്ടാവാറില്ല. ഏതെങ്കിലും ഒരു ആളെ മന്ത്രിയാക്കണമല്ലോ, എനിക്ക് എന്തെങ്കിലും വകുപ്പ് കൊടുക്കണമല്ലോ എന്ന് വിചാരിച്ചിട്ട് ആ വകുപ്പ് കൊടുക്കും. അപ്പോൾ മന്ത്രിക്കും വലിയ പ്രാധാന്യമാണ് പറയുന്നത്. പിന്നെ സാധാരണ ഈ ഫിഷറീസ് മന്ത്രിയായിട്ട് വരുന്ന ആൾക്കാർ ഈ മത്സ്യ മേഖലയിൽ നിന്ന് വരുന്നവർ, ഉദാഹരണത്തിന് ശർമ്മ, സാമുദായികമായിട്ട് തന്നെ ഡൊമിനിക് പ്രസന്റേഷൻ, KV തോമസ്, ഇങ്ങനെയുള്ളവരായിരിക്കും. അല്ലെങ്കിൽ മേഴ്സിക്കുട്ടിയമ്മ, ഇങ്ങനെയുള്ള ആൾക്കാരൊക്കെ ആയിരിക്കും ഈ വകുപ്പ് കൊടുക്കുക. അപ്പോൾ അവർ ആ ഒരു ബാക്ക്ഗ്രൗണ്ടിൽ നിന്ന് വരുന്നതുകൊണ്ട് കൊടുക്കും. അതാണ് സാധാരണ ഇപ്പോൾ ഇത്തവണ ലത്തീൻ സഭ ആവശ്യപ്പെട്ടത്, ഫിഷറീസ് വകുപ്പ് ഞങ്ങൾക്ക് തന്നെ തരണം, ഞങ്ങളുടെ സമുദായത്തിൽപ്പെട്ട ആൾക്ക് കൊടുക്കണം. അതേസമയത്ത് ഷിബു ബേബിജോണ്ട് കൊടുത്താൽ പോരാ, പുള്ളി മത്സ്യമേഖലയുമായിട്ട് ബന്ധമില്ല, സമുദായക്കാരനാണ് എന്നൊക്കെ പറഞ്ഞു. എന്നിട്ടൊന്നും നടന്നില്ല. അപ്പോൾ ഇതിലൊന്നും ഒരു ഇനിഷ്യേറ്റീവോ ഡ്രൈവോ ഉള്ള ആളുകളൊന്നും ഒരിക്കലും വരാറില്ല. പിന്നെയും ശർമ്മ ഇരുന്നപ്പോഴാണ് പുള്ളി കുറേയൊക്കെ ചെയ്തത്. അത് തന്നെ ആ രീതിയിലല്ല, ഇപ്പം സാറ് പറഞ്ഞ രീതിയിലല്ല, മറ്റു രീതിയിൽ മത്സ്യത്തൊഴിലാളികളുടെയൊക്കെ ജീവിത സാഹചര്യങ്ങൾ മെച്ചപ്പെടുത്താനുള്ള ചില കാര്യങ്ങളൊക്കെ അദ്ദേഹം ചെയ്തു. അദ്ദേഹത്തിന് അറിയാവുന്നൊരു ഏരിയ ആയതുകൊണ്ട്, പിന്നെ ഒരു സോഷ്യൽ കമ്മിറ്റ്മെൻറ്റ് ഉള്ളതുകൊണ്ട്, കമ്മിറ്റ്മെൻറ്റും വേണമല്ലോ, അതും വേണം. ഇപ്പോൾ സജി ചെറിയാൻ
ഫിഷറീസ് മന്ത്രിയായിരുന്നപ്പോൾ സജി ചെറിയാൻ മത്സ്യക്കറി കൂട്ടി ഊണ് കഴിക്കാന്നുള്ള അല്ലാണ്ട് പുള്ളിക്ക് മത്സ്യമേഖലയെ പറ്റി വല്ല വിവരമുണ്ട് ഇല്ല. പുള്ളിക്ക് മത്സ്യത്തൊഴിലാളികളുടെ ജീവിത പ്രശ്നങ്ങൾ അറിയില്ല. ഇനി അറിയാത്ത കാര്യം പഠിച്ചത് നന്നാക്കണം എന്ന് പുള്ളിക്ക് വല്ല താല്പര്യമുണ്ടോ? അതുമില്ല. പിന്നെ അപ്പോൾ പുള്ളി ഭരണഘടന കുന്തമാണോ കുടച്ചക്കരമാണോ എന്നുള്ള ഏരിയയിലേക്ക് തിരിച്ചു. അതാണ് കുഴപ്പം. അപ്പോൾ ഈ ഒരു ഡ്രൈവുമില്ല, വിവരവുമില്ല, വിവരം നേടണം എന്നുള്ള ആഗ്രഹവും അല്ലെ ഉത്സാഹവും ഇല്ലാത്ത മന്ത്രിമാർ ഒരു ആണ് സാധാരണ ഇതിലൊക്കെ വരിക. അതെ. അപ്പം അങ്ങനെ പിന്നെ ഈ ഡൊമിനിക് പ്രസന്റേഷനോ അല്ലെങ്കിൽ കെ വി തോമസ് ഇരിക്കുമ്പോൾ സഭയും സഭാപിതാക്കന്മാരും അവരിൽ കൂടി സമ്മർദ്ദം ചെലുത്തി എന്തെങ്കിലും കാര്യങ്ങൾ ചെയ്യിക്കുവാൻ. അതാണ് അവർ വന്നാലും ഗുണം. അതാണ് സഭ പറഞ്ഞ നമ്മുടെ സമുദായത്തിൽ. എന്നാലും ഒരു ഫിഷിൻ്റെ ഉൽപാദനവും അതിൻ്റെ വാല്യൂഡേഷനും അതിൻ്റെ ഒരു 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 ആ രീതിയിലൊന്നും ഒന്നും ഒരാൾ ഇതുവരെ ആലോചിച്ചിട്ടും ചിന്തിച്ചിട്ടും ഇല്ല, ഒന്നുമില്ല. അതാണ് അപ്പം കൃഷിയുടെ കാര്യം പിന്നെ പറയാൻ പാടില്ല. ഇപ്പം കൃഷി എന്ന് പറഞ്ഞ സാധനം തന്നെ ഇല്ലേ. ഈ പെർഫോം ചെയ്യാതെ ഇപ്പോൾ ഈ ഫിഷറീസ് അല്ലെങ്കിൽ വ്യവസായം, കൃഷി ഇതൊന്നും കേരളത്തിലെ വലിയ പെർഫോം ചെയ്യാത്ത വകുപ്പുകളാണ്. പെർഫോം ചെയ്യുന്നുണ്ടെങ്കിൽ ഇങ്ങനെ അല്ലല്ലോ കേരളം ഇരിക്കേണ്ടത്. അപ്പോൾ ഈ പെർഫോം ചെയ്യാത്ത ആൾക്കാർ അവരിനി ഇങ്ങനെ വെറുതെ ഒരു ഡെഡ് വെയിറ്റ് ആയിട്ട് തുടരണമെന്ന് ഇപ്പോൾ ഈ നമ്മുടെ പ്രധാനെ രാജിവെപ്പിച്ചില്ല, ധർമ്മേന്ദ്ര പ്രധാൻ. പരീക്ഷ നടത്താൻ അറിഞ്ഞുകൂടല്ലോ എന്നുള്ളൊരു കാര്യത്തിലാണല്ലോ. നീറ്റ് പരീക്ഷ നടത്താൻ പുള്ളിക്ക് അതിനുള്ള നേതൃത്വം കൊടുക്കാൻ പറ്റിയില്ല. 2024 ഇങ്ങനെ ഉണ്ടായി, ഇപ്പം വീണ്ടും ഉണ്ടായി. അപ്പോൾ കേരളത്തിലും അതുപോലെ ഈ ഡെഡ് വെയിറ്റ് ആയിട്ടുള്ള പെർഫോം ചെയ്യാത്ത വെറുതെ ഇങ്ങനെ ഇരുന്ന സമയം കളയുന്ന മന്ത്രിമാർ ഇട്ടിട്ട് പോകണം എന്നുള്ളൊരു പ്രതിഷേധങ്ങളൊക്കെ ഉണ്ടാകാനുള്ള സാധ്യതയുണ്ട് ഇനി. അല്ല, നമ്മുടെ നാട്ടുകാർ ഈ രാഷ്ട്രീയക്കാരുടെ ഒരു ഭാഗ്യം എന്ന് പറഞ്ഞാൽ ആളുകൾ ഇതിനെക്കുറിച്ചൊന്നും ചിന്തിക്കുന്നില്ല എന്നല്ല. ആ ആളുകൾ ചിന്തിക്കാത്തതുകൊണ്ട് ഇങ്ങനെയുള്ള ഒരു ആലോചന ഉണ്ടാകുന്നില്ല, അതിന് ഒരു ഡ്രൈവ് ജനങ്ങളുടെ ഭാഗത്തും ഉണ്ടാകുന്നില്ല. അപ്പോൾ അതുകൊണ്ടാണ് ഇങ്ങനെ സംഭവിക്കുന്നത്. അപ്പോൾ ജനങ്ങൾ പാസീവായിട്ടിരിക്കുമ്പോൾ രാഷ്ട്രീയക്കാർക്ക് സ്വാഭാവികമായിട്ട് എന്ത് വഴി ചെയ്യാൻ. ഞാനൊരു ഉദാഹരണം പറയാം. 2018 വലിയ പ്രളയം ഉണ്ടായി. 2017 ഭയങ്കര മഴക്കാലത്ത് ആലപ്പുഴ ജില്ലയിലെ എല്ലാ റോഡുകളും തകർന്ന് തരിപ്പണമായി കിടക്കുക. മിക്കവാറും MLA-മാരും മന്ത്രിമാരാണ്. തിലോത്തമൻ ചേർത്തല മന്ത്രിയാണ്. ഈ തോമസ് ഐസക്ക് ആലപ്പുഴ മന്ത്രിയാണ്. അമ്പലപ്പുഴ സാക്ഷാൽ G. സുധാകരൻ മന്ത്രിയാണ്. അങ്ങനെ മന്ത്രി, പിന്നെ തൊട്ടപ്പുറത്ത് നമ്മുടെ തോമസ് ചാണ്ടി കൂട്ടനാട് മന്ത്രിയാണ്. എല്ലാ റോഡും പൊളിഞ്ഞെടുക്കുക. അതേ സമയത്ത് ഹരിപ്പാട് മണ്ഡലത്തിൽ അന്ന് ചെന്നിത്തല പ്രതിപക്ഷ നേതാവാണ്. റോഡുകൾ പൊളിഞ്ഞിട്ടില്ല. ഞാനൊരു പരിപാടിക്ക് പോകുമ്പോൾ ഈ ഹരിപ്പാട് റോഡ് പൊളിഞ്ഞിട്ടില്ല. അപ്പോൾ ഞാൻ ഈ സംഘടനയോട് ചോദിച്ചു, എന്താ ഇവിടെ റോഡ് പൊളിയാത്തത്? പുള്ളി പറഞ്ഞാൽ അത് രമേശ് ജി നേരത്തെ KPCC പ്രസിഡൻ്റായിരുന്ന കാലത്ത് ചെയ്തതാണ്. എല്ലാ ഡിപ്പാർട്ട്മെൻറ്റിൽ നിന്നുള്ള ഫണ്ട് കൊടുത്തിട്ടാണ് ഇവിടുത്തെ റോഡ് ഇതാക്കിയത്. KPCC പ്രസിഡന്റിനാകെ ഒരു സൗകര്യമുണ്ട്. കാരണം മന്ത്രിയായപ്പോൾ അത്ര പുള്ളിക്ക് ചെയ്യാൻ പറ്റില്ല. കാരണം പുള്ളിക്ക് ഹോം ഡിപ്പാർട്ട്മെൻറ്റ് മാത്രമുള്ള അതിന് ഫണ്ട് അങ്ങനെ കൊണ്ടുവരാൻ പറ്റില്ല. പോലീസുകാരെ വെച്ചിട്ട് റോഡ് ഇതാക്കാൻ പറ്റില്ല. പക്ഷേ KPCC പ്രസിഡന്റായിരുന്നു. അപ്പോൾ ആ സ്വാധീനം ഉപയോഗിച്ച് വിവിധ വകുപ്പുകളിൽ ഫണ്ട് ഡൈവേർട്ട് ചെയ്യുന്ന രീതിയിൽ ഞാൻ പറഞ്ഞു. അപ്പോൾ അതിൽ ഫിഷറീസ് ഡിപ്പാർട്ട്മെൻറ്റിൻ്റെ ഉണ്ടാവും, അഗ്രികൾച്ചർ ഡിപ്പാർട്ട്മെൻറ്റിൻ്റെ ഉണ്ടാവും. പുള്ളിയുടെ പഠനത്തിൽ റോഡ് പൊളിച്ചില്ല എന്നുള്ളത് നല്ല കാര്യമാണെങ്കിൽ പോലും അതിൻ്റെ പുറകിലുണ്ടായിരുന്ന സംഭവം എന്താണ്? മറ്റു സ്ഥലങ്ങളിൽ പോകേണ്ട ഫണ്ടൊക്കെ ഇവിടെ എത്തി. അതിവിടെ എത്തി. അതാത് മന്ത്രിമാരുടെ അടുത്ത് പറഞ്ഞാൽ പുള്ളിക്ക് ചെയ്യാൻ. അല്ല, അതൊരു നല്ല കാര്യം തന്നെയാണല്ലോ. നല്ല കാര്യം തന്നെയാണ് തീർച്ചയായിട്ടും. ആ നാടിന് ഒരു നല്ല കാര്യം തന്നെ. അതെ, ബാക്കി എല്ലാ റോഡും പൊളിച്ചെടുക്കുമ്പോൾ ഹരിപ്പാട് സുഖസുന്ദരമായിട്ട് നമുക്ക് യാത്ര. ഇപ്പം ഈ പാറ്റ സമരത്തിൽ നമ്മുടെ കേരളത്തിൻ്റെ BJPയുടെ ഒരു സഹപ്രഭാരി ശ്രീമതി സാരംഗിയുടെ മകള്, അതുപോലെ ഈ ആസാമിലെ ഒരു BJP മന്ത്രിയുടെ മകള്, നമ്മുടെ കേരളത്തിലെ BJPയുടെ കേരളത്തിൽ നിന്നുള്ള ഒരു കേന്ദ്രമന്ത്രി സുരേഷ് ഗോപിയുടെ മകനെ, ഇവരൊക്കെ ഈ പാറ്റ സമരത്തിന് ഐക്യദാർഢ്യം പ്രഖ്യാപിച്ച് പിന്തുണച്ച് പരസ്യമായിട്ട് രംഗത്ത് വന്നു. അപ്പോൾ ഇത് BJPക്ക് അല്ലെങ്കിൽ BJPയുടെ വിദ്യാഭ്യാസ മന്ത്രിക്ക് എതിരെയായിട്ടുള്ള ഒരു പരിപാടിയായിരുന്നല്ലോ. അപ്പോൾ സാധാരണഗതിയിൽ BJPയുടെ മന്ത്രിമാരായിരിക്കുന്നവരും ചുമതലയിലുള്ളവരും അവരുടെ ഒക്കെ അതിനെ പിന്തുണയ്ക്കുമെന്ന് കാണുമ്പോൾ അവരുടെ മക്കൾ ഇതിനെ
അപ്പോൾ ഇത് എന്തുകൊണ്ടായിരിക്കാം? ഒന്നെങ്കിൽ ഈ പറഞ്ഞ ആൾക്കാർ, നമ്മുടെ സുരേഷ് ഗോപി, ഈ സാരംഗി മന്ത്രിയൊക്കെ അവരുടെ വീട്ടിൽ ചെന്ന് കഴിഞ്ഞിട്ട് ഈ BJPയെ പറ്റി നല്ല മോശമായ അഭിപ്രായമായിരിക്കും അവർ പറയുന്നത്. കുട്ടികളത് കേട്ടിട്ട് ഇങ്ങനെയാണ് എന്നുള്ളതായിരിക്കും. അല്ല, അതിലെ യഥാർത്ഥ പ്രശ്നം എന്ന് വെച്ചാൽ ഈ ഇതുവരെ ഉണ്ടായ സമരങ്ങൾ വെച്ച് നോക്കുമ്പോൾ മോഡി സർക്കാർ തന്നെ 12 കൊല്ലം 13ാമത്തെ കൊല്ലത്തിൽ ഓടിക്കൊണ്ടിരിക്കുകയാണ്. ഇതിനിടയ്ക്ക് ഉണ്ടായ വലിയ രാജ്യവ്യാപകമായ സമരങ്ങൾ എന്ന് പറയുന്നത്, ഒന്ന് ഈ പൗരത്വ നിയമ ഭേദഗതിക്കെതിരെ ഉണ്ടായ ഷഹീൻ ബാഗൊക്കെ, അതെ, ഷാഹീൻ ബാഗ് മുതൽ നമ്മുടെ നാട്ടുപുറത്തൊക്കെ ഉണ്ടായ പ്രക്ഷോഭങ്ങൾ വരെയാണ്. പക്ഷെ അത് പ്രധാനമായിട്ടും ഒരു കമ്മ്യൂണിറ്റിക്കാരാണ്. പിന്നെ കോൺഗ്രസ്സുകാരും കമ്മ്യൂണിസ്റ്റുകാരൊക്കെ നടത്തിയെങ്കിലും പ്രധാനമായിട്ടും അത് മുസ്ലിങ്ങളുടെ മാത്രം ഒരു സമരമായിട്ട് ചുരുക്കി. അതുകൊണ്ട് തന്നെ മറ്റു സമുദായങ്ങൾ അതിൽ നിന്ന് അകലം വലിച്ചു. ഈവൻ ക്രിസ്ത്യൻ കമ്മ്യൂണിറ്റി പോലും യാതൊരു സപ്പോർട്ടും കൊടുത്തില്ല. അപ്പോൾ അങ്ങനെ ഒരു വിഭാഗീയമായ സമരം, എല്ലായിടത്തും സമരം ഉണ്ടായിരുന്നില്ല, ശരിയാണ്. അവർ ദേശീയ പതാകയൊക്കെ പിടിച്ച് വലിയ പ്രകടനങ്ങളും പ്രതിഷേധങ്ങളൊക്കെ നടത്തി. പക്ഷേ അതിനപ്പുറം മാത്രമല്ല, അത് കോവിഡ് കാരണം അത് പൂർത്തീകരിക്കാനും പറ്റില്ല. ആ സമയത്ത് കോവിഡ് പൊട്ടിപ്പുറപ്പെട്ടു. രണ്ടാമത് ഒരു വലിയ സംഭവം ഉണ്ടായത് കർഷക സമരമാണ്. കർഷക സമരവും വിഭാഗീയമായിരുന്നു. കാരണം UP-യിലും ഹരിയാനയിലും പഞ്ചാബിലുമുള്ള സമ്പന്നരായ കർഷകരാണ് സമരം ചെയ്തത്. അവരേ ഉള്ളൂ. അതിൽ തന്നെ പ്രധാനമായിട്ട് സിഖുകാരാണ്. അതുകൊണ്ടാണ് കേന്ദ്ര ഗവൺമെൻറ് കീഴടക്കിയത്. കാരണം ഈ സിഖുകാർ ഇനി ഖാലിസ്ഥാൻ വാദം ഉയർത്തിപ്പിടിച്ചുകൊണ്ട് വന്നാൽ രാജ്യത്ത് നിന്ന് വിട്ടുപോകും. തമിഴന്മാരോ മലയാളികളോ സമരം ചെയ്യണ പോലെയല്ല, അത് അപകടകരമായ ഒരു തലത്തിലേക്ക് പോയേക്കും എന്ന് തോന്നിക്കൊണ്ടാണ്. പ്രത്യേകിച്ച് ചെങ്കോട്ടയിൽ കയറി അവർ ഖാലിസ്ഥാൻ്റെ പതാക ഉയർത്തിയ പോലെയൊക്കെയുള്ള സംഭവങ്ങൾ. അതുകൊണ്ടാണ് കർഷക സമരം വിജയിച്ചതും. അല്ലെങ്കിൽ കാർഷിക ബില്ല് പാസ്സാക്കിയ, പാർലമെൻറ്റ് പാസ്സാക്കിയ നിയമം പിൻവലിച്ചു. അത് കഴിഞ്ഞാൽ പിന്നെ ഉണ്ടായ ഒരു പ്രധാന സംഭവമാണ് ഈ ധർമ്മേന്ദ്ര പ്രധാനെതിരായിട്ടുണ്ടായ സമരം. പക്ഷേ ഇതിൻ്റെ ഒരു പ്രത്യേകത, ഇതുപോലുള്ള സമരങ്ങൾ നേരത്തെ ഉണ്ടായിട്ട്, ഇപ്പോൾ നിർഭയ സംഭവം ഉണ്ടായപ്പോൾ ഡൽഹിയിൽ വലിയ ആൾക്കൂട്ടം സ്ത്രീകൾ രാഷ്ട്രപതി ഭവനിലേക്കൊക്കെ തള്ളിക്കയറാൻ പോയതവർക്കല്ലേ. അതുപോലെ വളരെ സ്പോണ്ടേനിയസ് ആയിട്ട് ഉണ്ടായ ആ ഒരു വികാരം വളരെ ശക്തമായിരുന്നു. അതാണ് ഈ ചെറുപ്പക്കാർ, ഇപ്പോൾ ഈ പറഞ്ഞ സിനിമാറന്മാരാണെങ്കിലും അല്ലെങ്കിൽ നേതാക്കന്മാരുടെ മക്കളാണെങ്കിൽ പോലും അവർ മറുഭാഗത്ത് നിന്നതിൻ്റെ കാരണം എന്ന് വെച്ചാൽ ഞങ്ങൾ വഞ്ചിക്കപ്പെട്ടു എന്നൊരു തോന്നൽ ഈ ചെറുപ്പക്കാരുടെ ഭാഗത്ത് പൊതുവെ ഉണ്ടായി. അതുമാത്രമല്ല, ഈ വിഭാഗത്തിൽപ്പെട്ട ആളുകളാണ് BJPക്ക് ഏറ്റവും അധികം വോട്ട് മുൻ കൊല്ലങ്ങളിൽ കൊടുത്തത്. മധ്യവർഗ്ഗക്കാർ, നഗരങ്ങളിൽ താമസിക്കുന്നത്, അഭ്യസ്തവിദ്യരായ ചെറുപ്പക്കാർ, അവരുടെ വോട്ടുകൾ കഴിഞ്ഞ തെരഞ്ഞെടുപ്പിൽ, അതിനുമ്പോൾ തെരഞ്ഞെടുപ്പിൽ BJPക്ക് എടുക്കുന്നത്. അപ്പോൾ അതുകൊണ്ടുകൂടിയാണ് സർക്കാർ പിന്മാറുകയും പ്രധാന രാജിവെപ്പിക്കുകയും ചെയ്തത്. സത്യത്തിൽ സർക്കാർ ഇത് കൈകാര്യം ചെയ്തതിൽ തെറ്റുപറ്റിയെന്ന് വിചാരിക്കുന്ന ആളെ ഈ ചോദ്യപേപ്പർ ലീക്കായി എന്ന് പറയുമ്പോൾ തന്നെ ഉത്തരവാദിത്തപ്പെട്ട ആളുകളെ കറക്റ്റായിട്ട് ഐഡൻറ്റിഫൈ ചെയ്യുക, അറസ്റ്റ് ചെയ്യും, ഇവന്മാരെ ജയിലിലടക്കി. കാരണം ജനങ്ങളുടെ രോഷം അടക്കുന്നവർ പ്രധാനമന്ത്രി ഇവരെ ആരെ ഞാൻ വിടുകയില്ല, എല്ലാത്തിനും കഴുത്ത് കെട്ടിക്കും എന്ന് പ്രഖ്യാപിക്കാൻ ചേർന്നെങ്കിൽ പ്രശ്നം തീർന്നത്. അപ്പോൾ ഒരു ധാർമ്മിക ഉത്തരവാദിത്തം ഏറ്റെടുത്ത് മന്ത്രി രാജിവെക്കുകയോ വെക്കാതിരിക്കുകയോ ചെയ്യും. പണ്ട് ഇവിടെ ബീഹാറിലെ കണ്ട ഒരു വലിയ റെയിൽ അപകടം ഉണ്ടായി കഴിഞ്ഞപ്പോൾ നിതീഷ് കുമാർ രാജിവെച്ചു. പണ്ട് ലാൽ ബഹദൂർ ശാസ്ത്രി രാജിവെച്ചു. അത് കഴിഞ്ഞാൽ പിന്നെ നിതീഷ് കുമാർ പുള്ളി രാജിവെച്ചു പോയി. പുള്ളി അല്ലെങ്കിൽ തന്നെ രാജിവെക്കാൻ തയ്യാറായിട്ട് നിൽക്കരുത്. അപ്പോഴാണ് തീവണ്ടി അപകടം ഉണ്ടായത് എന്ന് പറഞ്ഞ പോലെ താൽക്കാലത്തേക്ക് രാജിവെക്കുക. അല്ലെങ്കിൽ മുംബൈ ഭീകരാക്രമണം ഉണ്ടായപ്പോൾ ശിവരാജ് പാട്ടീലിൻ്റെ അടുത്തത് ആ രാജിക്കത്ത് എഴുതി മേടിച്ച പോലെ. ഇതൊക്കെ ഒരു ഫേസ് സേവിങ് മെഷറാണ്, പൊളിറ്റിക്കലാണ്. സത്യത്തിൽ ചോദ്യപേപ്പർ ചോർന്നതിൽ ധർമ്മേന്ദ്ര പ്രധാനത്തെ ഉത്തരവാദിത്വം എന്ന് വെച്ചാൽ പ്രത്യേകിച്ചില്ല, രാഷ്ട്രീയമായ ഉത്തരവാദിത്വം അല്ലെങ്കിൽ ധാർമ്മികമായ ഉത്തരവാദിത്വം. കുറച്ച് നാൾ കഴിഞ്ഞാൽ പുള്ളിയെ മന്ത്രിയാക്കി വേറെ എന്തെങ്കിലുമൊക്കെ ഒക്കെ ചെയ്യാം, അതിനൊക്കെ വകുപ്പുണ്ടല്ലോ. ഇപ്പോൾ എന്താണ് മറ്റേ B2 ആരോപണമുണ്ടായപ്പോൾ MJ അക്ബർ രാജിവെക്കേണ്ട ആവശ്യമുണ്ടോ എന്ന് വെച്ചാൽ അങ്ങനെയല്ല, രാജിവെച്ചു. അത് പക്ഷേ ഡയറക്റ്റ് ആരോപണമാണ്. ആയിരുന്നു. അങ്ങനെ രാജിവെച്ചു. അങ്ങനെയൊക്കെ ചെയ്യാം. ഏതായാലും രാജിവെക്കായിരുന്നു. അദ്ദേഹം രാജിവെച്ചെങ്കിൽ പ്രശ്നം ഉണ്ടാവില്ല. പിന്നെ ഇതിൽ വേറൊരു പ്രശ്നമുള്ളത്, ഇവരുടെ പല നടപടികളും ദുരൂഹമാണ്. സമരക്കാർ, നമുക്കത് പറയാതിരിക്കാൻ നിർത്തില്ല. അപ്പോൾ വിദേശത്തു നിന്ന് ഫണ്ട് വരുന്നുണ്ട് എന്ന് കരുതും, അല്ലെങ്കിൽ രാജ്യവിരുദ്ധ ശക്തികളാണ് ഇവരെ എൻജിനീയർ എന്ന് കരുതും. അതിനും കൃത്യമായിട്ടുള്ള ഉത്തരവില്ല. പക്ഷേ ഈ ഒരു വികാരം അവിടെ ഉണ്ടായിരുന്നതുകൊണ്ടാണ് ഇതിന് വലിയ സ്വീകാര്യത. വെറുതെ കുറേ ആൾക്കാർ വിദേശത്തു നിന്ന് സമരം ചെയ്ത് ആരും മൈൻഡില്ല. അപ്പോൾ മൊത്തത്തിൽ രാജ്യത്തുണ്ടായിരുന്ന ഒരു മൂഡ് മനസ്സിലാക്കുന്നതിൽ സർക്കാർ പരാജയം. ആ ഒരു മൂഡ് അവിടെ ഉള്ളതുകൊണ്ടാണ് ഈ സമരത്തിന് വലിയ സ്വീകാര്യത കിട്ടിയത്. ഈ സമരക്കാരുമായിട്ട് കോക്രോച്ച് ജനതാ പാർട്ടിയുമായിട്ടും വിദൂര ബന്ധം പോലും ഇല്ലാത്ത ആളുകൾ പോലും അടുത്ത സ്റ്റേജിൽ ഇവർക്ക് പിന്തുണ കൊടുത്ത് ഇതുകൊണ്ടാണ്. ആദ്യഘട്ടത്തിൽ
ഈ സമരത്തിൽ നിന്നും അങ്ങേറ്റം അകന്നുന്നവരാണ് കോൺഗ്രസ്. CPM-കാരുണ്ടായിരുന്നു, കാരണം അവർക്കിപ്പോൾ പോകാനൊന്നുമില്ല, 90 പോയാൽ തൊപ്പിപ്പാടാൻ. അതുകൊണ്ട് സമരത്തിൽ പങ്കെടുത്ത കോൺഗ്രസ്സുകാർ ആദ്യ ഘട്ടത്തിലേക്ക് വിട്ടുവയ്ക്കരുത്. പക്ഷേ അവസാനം വന്നപ്പോൾ അവർക്ക് മനസ്സിലായി ഇത് മൊത്തത്തിൽ ഒരു മൂഡ് ഓഫ് ദ നേഷൻ ആയിട്ടുണ്ട് എന്ന് മനസ്സിലായപ്പോൾ രാഹുൽ ഗാന്ധി അവിടെ സമരത്തിന് പോയി എന്നുള്ളതാണ്. അപ്പോൾ അവിടെയാണ് BJPക്ക് ഒരു പാളിച്ച പറ്റിയത്. അപ്പോൾ ഈ മൂഡ് ഓഫ് ദി നേഷൻ എന്ത് എന്ന് മനസ്സിലാക്കാൻ വേണ്ടി ഭരിക്കുന്ന പാർട്ടിയായ BJPക്ക് തീർച്ചയായിട്ടും ഇൻ്റലിജൻസ് സംവിധാനങ്ങളും പാർട്ടിയുടേതായ സംവിധാനങ്ങളും ഒക്കെ ഉണ്ടല്ലോ. അപ്പോൾ അതൊക്കെ ഒരു ടോട്ടൽ ഫെയിലിയർ ആയി എന്നുള്ളതും നമുക്ക് അത് പരാജയപ്പെട്ടു എന്ന് തന്നെ ഇവിടെ മനസ്സിലാക്കാനാണ് അങ്ങനൊരു സംഗതി. ഇപ്പോൾ ഈ കോൺഗ്രസ് ഇതിൽ പക്ഷേ അവർ ഈ ഘട്ടത്തിലെങ്കിലും ഇയാൾ ഇതിൽ നിന്ന് മാറുകയും കേസുകൾ പിൻവലിക്കാമെന്ന് സമ്മതിക്കും ഇയാളെ കൊണ്ട് രാജിവെപ്പിക്കുകയും ചെയ്തപ്പോൾ സമരത്തിൻ്റെ ടെമ്പോ പോയി. ഇനിയിപ്പോൾ അവർ വേറൊരു ആവശ്യം പറഞ്ഞ് വീണ്ടും സമരത്തിന് ഇത് കിട്ടില്ല. കാരണം ആവശ്യമല്ല, ആ സമയത്തെ ഒരു മൂടാണ് പ്രധാനം. ജനങ്ങളുടെ ഇടയിൽ ഒരു ആവശ്യമായിട്ട് നിൽക്കണം. ഇതുപോലൊരു സംഗതി അതുകൊണ്ട് അഴിമതിക്കെതിരെ വലിയ വികാരം ഉണ്ടായപ്പോൾ അണ്ണാ ഹസാരെ സത്യാഗ്രഹത്തിന് വന്നു. പക്ഷേ അത് കൈകാര്യം ചെയ്തതിന് കോൺഗ്രസിന് വലിയ പാളിച്ച പറ്റി. കോൺഗ്രസ്സുകാർ അപ്പം തന്നെ അണ്ണാ ഹസാരെ സ്വീകരിക്കുകയും അദ്ദേഹം പറഞ്ഞൊക്കെ ഞങ്ങൾ ചെയ്തു കൊടുക്കാമെന്ന് പറയുകയും ചെയ്തെങ്കിൽ സമരത്തിൽ കെട്ടടങ്ങി പോയത്. അതിന് പകരം അവരും ചെയ്തു. ഈ സമരത്തിന് വന്ന് അണ്ണാ ഹസാരെ അറസ്റ്റ് ചെയ്ത് ജയിലിലാക്കി. അപ്പോൾ ജനങ്ങളുടെ വികാരം കൂടി ഇരട്ടി. അങ്ങനെയാണ്. അതിന് പക്ഷേ അണ്ണാ ഹസാരേക്കോ ആം ആദ്മി പാർട്ടിക്കോ അതിന് ചെറിയ നേട്ടം ഉണ്ടാക്കാൻ പറ്റുള്ളൂ. നേട്ടം കിട്ടിയത് BJPക്കാണ്. അപ്പോൾ ഇവിടെ അതുപോലൊരു മുതലെടുപ്പ് നടത്താൻ കോൺഗ്രസ്സിന് പറ്റാത്ത ഒരു സാഹചര്യം ഉണ്ടാക്കാൻ വേണ്ടിയിട്ടാണ് അവരപ്പം തന്നെ പ്രധാനെ കൂടി രാജിവെപ്പിച്ചു. നേരെ കുറിച്ച് ധർമ്മേന്ദ്ര പ്രധാൻ പിന്നെ നെഞ്ചു പിടിച്ചതൊക്കെ എന്ത് സംഭവിക്കരുത്. സമരത്തിൻ്റെ ശക്തി കൂടിയാണ്. കോക്രോച്ച് ജനതാ പാർട്ടിക്ക് ഗുണം കിട്ടില്ല, പക്ഷേ അടുത്ത തെരഞ്ഞെടുപ്പിൽ കോൺഗ്രസ്സിന് ഗുണം കിട്ടിയ. അപ്പോൾ ഈ പാറ്റ സമരത്തിൽ നിന്ന് കോൺഗ്രസ്സിന് എന്തെങ്കിലും ഒരു നേട്ടം ഉണ്ടാക്കാൻ പറ്റിയോ? കോൺഗ്രസ്സിന് തൽക്കാലത്തേക്ക് BJPയെ തോൽപ്പിക്കാൻ കഴിഞ്ഞു. നമ്മളല്ല തോൽപ്പിച്ചെങ്കിലും വേറൊരാളെ തോൽപ്പിക്കുന്ന കണ്ടതിലുള്ളൊരു സന്തോഷം. പിന്നെ സമരത്തിന് നമ്മളും അവസാന ഘട്ടത്തിൽ പിന്തുണ കൊടുത്തു എന്ന് വേണമെങ്കിൽ സമാധാനിക്കാം. പക്ഷേ അതിനപ്പുറത്തേക്ക് രാഷ്ട്രീയമായിട്ടൊരു നേട്ടം ഉണ്ടാക്കിയിട്ടുണ്ടോ എന്ന് ചോദിച്ചാൽ ബുദ്ധിമുട്ടാണ്. കാരണം ഇപ്പോൾ ഈ വരാൻ പോകുന്ന അസംബ്ലി തെരഞ്ഞെടുപ്പ് അല്ലെങ്കിൽ പാർലമെൻറ്റ് തെരഞ്ഞെടുപ്പിൽ നമുക്കത് കൃത്യമായിട്ട് ഗെയിൻ ചെയ്യാൻ പറ്റും. ഈ പാറ്റ സമരത്തിൽ മന്ത്രിമാരുമായിട്ട് ചർച്ച നടത്തിയിട്ട് ഉറപ്പുകൾ കൊടുത്തു എന്നൊക്കെ ഉണ്ട്. അതിൽ രാജി അങ്ങനത്തെ കാര്യങ്ങളൊക്കെ നടന്നു. അപ്പോൾ അതിൽ ഒരു കാര്യമെന്ന് വെച്ചാൽ ഈ FIRകളൊക്കെ പിൻവലിക്കും എന്നൊക്കെ കൊടുത്തു എന്ന് പറയുന്നു. അത് പത്രസമ്മേളനത്തിലും അത് അങ്ങനെ പറഞ്ഞൊരു കാര്യമാണ്. അപ്പോൾ അപ്പോഴാണ് സുപ്രീം കോടതിയിൽ നിന്ന് ഒരു ഇത് വരുന്നത്. അതായത് അക്രമം കാണിച്ചവരെ നിയമത്തിൻ്റെ നടപടിയിൽ കൂടി പോകണം. തീർച്ചയായിട്ടും അതാണല്ലോ നമ്മുടെ നിയമവ്യവസ്ഥ. അത് തന്നെയാണ്. അപ്പോൾ ഇനിയിപ്പോൾ പാറ്റയുടെ ആൾക്കാർ പറയുന്നു അത് ഈ സർക്കാർ തന്നെ ഉറപ്പ് പാലിച്ചില്ലെങ്കിൽ പ്രശ്നമാണ് എന്ന് പറയുന്നു. അങ്ങനെയാണെങ്കിൽ പാറ്റയുടെ കക്ഷികൾക്ക് അവർക്ക് സുപ്രീം കോടതിയെ സമീപിച്ചുകൂടെ? ഇങ്ങനെ ഒരു ഉറപ്പ് ഞങ്ങൾക്ക് തന്നാണ്, ഞങ്ങൾക്ക് അത് വേണം. എന്താ പ്രശ്നം? സർക്കാരിന് എന്ത് ഉറപ്പുകൂടി കൊടുക്കാം, പക്ഷേ നിയമപരമായിട്ടല്ലേ കൊടുക്കാൻ പറ്റുള്ളൂ. അത് പറ്റുള്ളൂ. നിയമത്തിനെതിരായിട്ടോ നിയമവിരുദ്ധമായിട്ടോ ഉറപ്പ് കൊടുക്കാൻ പറ്റും. ഇപ്പം ഞാനും സാറ് തമ്മിൽ പല കാര്യങ്ങളിലും അങ്ങോട്ടും കൂടെ അഡ്ജസ്റ്റ് ചെയ്യും. പക്ഷേ ഇന്ത്യ രാജ്യത്ത് നിലവിലുള്ള ഭരണഘടനയ്ക്കും നിയമത്തിനെതിരായിട്ട് നമുക്ക് വല്ല കരാറുണ്ടാക്കാൻ പറ്റില്ല, ഒത്തീർപ്പുണ്ടാക്കാൻ പറ്റും. അതിന് മൂന്നാമതൊരു കക്ഷി കോടതിയിൽ ചോദ്യം ചെയ്താൽ നിലനിൽക്കും. ഇപ്പം തന്നെ ഒരു പ്രശ്നമുള്ളതെന്ന് വെച്ചാൽ ഇതിനെക്കുറിച്ച് അന്വേഷിക്കാനുള്ള ഹർജികൾ സുപ്രീം കോടതിയിലുണ്ട്. പരിക്കേറ്റ പോലീസുകാർ കൊടുത്ത ഹർജിയുണ്ട്. അതെ, അതുകൊണ്ട് അതിനിപ്പോൾ എന്ത് മറുപടി വരും? പോലീസുകാർക്ക് 100 പോലീസുകാർക്ക് പരിക്കേറ്റുണ്ട്. അവർക്ക് നീതി കിട്ടണ്ടേ? അവരെ ആക്രമിച്ചവരെ അറസ്റ്റ് ചെയ്തിട്ട്. അപ്പോൾ ആ ഒരു പ്രശ്നം അവിടെ ഉണ്ട്. സർക്കാരിന് എന്ത് ഉറപ്പുകൂടി കൊടുക്കാം, പക്ഷെ കോടതിക്ക് നിയമമനുസരിച്ചിട്ട് ചെയ്യാൻ പറ്റും. അപ്പോൾ ഈ സർക്കാരിൻ്റെ അതിൽ ചെയ്യാവുന്ന ഒരു കാര്യം എന്ന് വെച്ചാൽ അക്രമം ഇല്ലാത്ത കേസുകൾ പിൻവലിക്കാം. അപ്പോൾ ഈ കേരളത്തിലൊക്കെ അങ്ങനെയല്ലേ ചെയ്യുന്നത്. അതെ, അക്രമ സംഭവം ഇപ്പോൾ ഈ പൗരത്വ നിയമ ഭേദഗതിക്കെതിരായിട്ടുള്ള കേസുകൾ പിൻവലിക്കും. അതുമായി ബന്ധപ്പെട്ട പ്രതിഷേധത്തിൽ പിൻവലിക്കുമെന്ന് സർക്കാർ എത്രയോ തവണ ഉറപ്പ് കൊടുത്തു. പിണറായി വിജയൻ്റെ ഉറപ്പ് അങ്ങനെ ഉറപ്പായിട്ട് കിടക്കുന്നുണ്ട്. പക്ഷേ അക്രമ സംഭവങ്ങളിലെ കേസുകൾ പിൻവലിക്കാൻ പറ്റില്ല. പിൻവലിക്കാൻ സർക്കാർ സാധ്യമല്ല. ഈ നമ്മുടെ ചർച്ചയ്ക്ക് പോയ 2 മന്ത്രിമാരുണ്ടല്ലോ, കേന്ദ്രമന്ത്രിമാർ, ഈ പാറ്റ കക്ഷികളുടെ പ്രതിനിധികളുമായിട്ട് ചർച്ചയ്ക്ക് പോയി. അപ്പോൾ അവർ ഈ പാർട്ടി പറഞ്ഞ
കാര്യങ്ങളൊക്കെ അവിടെ സമ്മതിച്ച് ഇത് അറിയാതെ ആയിരിക്കില്ലല്ലോ. കാരണം അക്രമം കാണിച്ച ആൾക്കാരുടെ FIR എല്ലാം കൂടെ പിൻവലിക്കാൻ പറ്റില്ല എന്ന് തീർച്ചയായിട്ടും ആ മന്ത്രിമാർക്ക് അറിവുണ്ടാവും. എന്നാലും അപ്പോൾ അങ്ങ് സമ്മതിച്ചത് സമരം അങ്ങ് പിൻവലിച്ച് ഇവരങ്ങ് ഒഴിവാകട്ടെ, സംഗതി തീരട്ടെ എന്നുള്ള പോയല്ലോ. അപ്പോൾ ആ ഒരു ഉദ്ദേശത്തിലായിരിക്കില്ലേ? തീർച്ചയായിട്ടും അതിലെന്താ സംശയമുള്ളത്? മാത്രമല്ല ഇനിയിപ്പോൾ അവർ കേസ് പിൻവലിച്ചില്ല എന്ന് പറഞ്ഞ് സമരത്തിന് വന്നാൽ വല്ല സപ്പോർട്ട് കിട്ടില്ലല്ലോ. അതെ അതെ, ജനങ്ങളെ സംബന്ധിച്ചുള്ള എന്താ പ്രശ്നം? അതെ അതെ, പരീക്ഷയിലുണ്ടായ ക്രമക്കേടാണ് പ്രധാനം. അല്ലാണ്ട് ഇവരുടെ പേരിൽ സമരം പിൻവലിക്കുക അവരെ മാത്രം ബാധിക്കുന്ന കാര്യമാണ്. ജനറൽ പബ്ലിക്കിനെ സംബന്ധിച്ചിടത്തോളം പ്രധാനപ്പെട്ട കാര്യം ഈ പരീക്ഷാ തട്ടിപ്പിൽ വന്ന വീഴ്ചയെക്കുറിച്ച് കൃത്യമായ അന്വേഷണം നടത്തുക, കുറ്റക്കാരായ ആളുകളുടെ പേരിൽ നടപടിയെടുക്കുക, പിന്നെ ധാർമ്മിക ഉത്തരവാദിത്തം ഏറ്റെടുത്ത് മന്ത്രി രാജിവെക്കാറ്. അത് നടപ്പായി കഴിഞ്ഞു. അന്വേഷണത്തിന് പ്രത്യേക സംഘത്തെ ഏർപ്പെടുത്തി, പിന്നെ പ്രത്യേക കോടതികൾ വരാൻ പോകുന്നു. ഇനി മേലിൽ ഇങ്ങനെ ആരെങ്കിലും കുറ്റം ചെയ്യണമെങ്കിൽ അവരെ ശിക്ഷിക്കാനായിട്ട് പ്രത്യേക നിയമം പാസ്സാക്കി. അതെ, ഇങ്ങനെ ഒരുപാട് കാര്യങ്ങൾ സർക്കാർ ശിക്ഷ കൂട്ടി അങ്ങനെ കാര്യങ്ങളൊക്കെ ചെയ്തു. ആ ശിക്ഷ ഇപ്പം ഈ പ്രതികൾക്ക് കിട്ടില്ല കേട്ടോ. കാരണം അത് കുറ്റകൃത്യം ചെയ്യുന്ന സമയത്ത് ശിക്ഷയില്ല, റിട്രോസ്പെക്റ്റീവ് ആപ്ലിക്കേഷൻ പറ്റില്ല. പക്ഷേ സ്റ്റിൽ അങ്ങനെ ഒരു കാര്യം ചെയ്യും. ഫ്യൂച്ചറിൽ പേടിക്കും എന്ന് വിചാരിക്കാം. അപ്പോൾ അത്രയൊക്കെ ചെയ്യാനും സർക്കാരിനെ കൊണ്ട് പറ്റും. അത് ചെയ്ത് കഴിഞ്ഞു. പിന്നെ അക്രമം നടത്തിയവരുടെ പേരിലുള്ള കേസ് പിൻവലിക്കണം എന്ന് പറഞ്ഞാൽ ലോകത്തെ എവിടെയെങ്കിലും ആൾക്കാർ സംഭവിക്കുമോ? സമരത്തിന് പോയവരൊന്നും സംഭവിക്കില്ല. അപ്പോൾ പിന്നെ വേറെ കാര്യം സംഭവിക്കേണ്ടി വരും. ഞങ്ങൾ പറഞ്ഞിട്ടുണ്ട് അക്രമം കേസ് എന്താ അവർ സംഭവിക്കുന്നതിനൊന്നും ഇല്ലല്ലേ? അതെ 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 അതെ. ഇപ്പോൾ ഈ പിണറായി വിജയനെ വീട്ടിൽ മറ്റേ ED വന്നപ്പോൾ അവിടെ അക്രമം നടത്തിയവർക്ക് പറയാൻ പറ്റും, പാർട്ടിക്ക് പറയാൻ പറ്റും ഞങ്ങൾ പറഞ്ഞിട്ടാണ് അക്രമം നടത്തിയത്, ഞങ്ങൾ പറഞ്ഞിട്ടാണ് കാറിൻ്റെ ചില്ലെല്ലാം പിടിച്ചതെന്ന് പറയാൻ പറ്റുമോ? ഇല്ല. വേറെ ആർക്കെങ്കിലും പറയാം, പക്ഷെ പാർട്ടിക്ക് പറയാൻ പറ്റില്ല. ഇപ്പോൾ അടുത്ത കാലത്ത് കേരളത്തിലിങ്ങനെ പല PSCയുടെ അങ്ങനത്തെ കാര്യങ്ങളുണ്ട്. അതിൻ്റെ ധാർമ്മിക ഉത്തരവാദിത്വം PSC ചെയർമാൻ, കാരണം പുള്ളി തന്നെ ഇൻ്റർവ്യൂ നടത്തുകയാണ്. അപ്പം രാജിവെക്കേണ്ടതൊക്കെ ഉണ്ട്. അപ്പം ധർമ്മേന്ദ്ര പ്രധാൻ കേന്ദ്രത്തിൽ രാജിവെച്ചു. ഒരു വീഴ്ചയുണ്ടായി ഭരണത്തിൽ. അത് പ്രധാനമായിട്ടുള്ളൊരു 22 ലക്ഷത്തോളം കുട്ടികൾ എഴുതിയ പരീക്ഷയുടെ ഒരു കാര്യം. തീർച്ചയായിട്ടും ശുഷ്കാന്തി ഉണ്ടെന്ന് ഉറപ്പുവരുത്താനുള്ള മന്ത്രിയാണല്ലോ ഒരു വകുപ്പിൻ്റെ ഇൻചാർജ് എന്ന് പറയുന്നത്. നിയമപരമായിട്ട് ഈസ് ഇൻചാർജ്, എക്സിക്യൂട്ടീവ് അദ്ദേഹമാണ്. അപ്പം നേതൃത്വം, സൂപ്പർവിഷൻ, മോണിറ്ററിങ്, അത് ഉറപ്പാക്കുക, അതിൻ്റെ പ്രിവെൻറ്റീവായിട്ടുള്ള എല്ലാ കാര്യങ്ങളൊക്കെ ചെയ്യാനുള്ള ഉത്തരവാദിത്വമുണ്ട്. അപ്പോൾ എനിവേ രാജിവെച്ചു. അപ്പോൾ ഈ ഒരു രാജിവെക്കൽ നമുക്ക് ഇനിയൊരു പ്രീസിഡൻ്റായിട്ട് ബാക്കി ഇങ്ങനത്തെ വീഴ്ചകൾ വരുമ്പോൾ മറ്റു മന്ത്രിമാർ സംസ്ഥാനങ്ങളിലും കേന്ദ്രത്തിലുമൊക്കെ എടുക്കുകയാണെങ്കിൽ അത് ഒരു റിയൽ ജനാധിപത്യത്തിന് നല്ലതായിരിക്കില്ലേ? അങ്ങനെ വരികയാണെങ്കിൽ തീർച്ചയായിട്ടും നല്ലതായിരിക്കും. മാത്രമല്ല അത് ഓരോ സിറ്റുവേഷൻ്റെ ഗ്രാവിറ്റി അനുസരിച്ചിട്ടാണ്. ഇപ്പോൾ മുംബൈ ഭീകരാക്രമണം ഉണ്ടായപ്പോൾ പ്രതിപക്ഷ പാർട്ടികൾ ആവശ്യപ്പെട്ടിട്ടല്ല ശിവരാജ് പാട്ടീൽ രാജിവെക്കാൻ വേറെ ഒന്നും ചെയ്യാനില്ല. അപ്പോൾ ശിവരാജ് പാട്ടീലിൻ്റെ സ്ഥാനത്ത് അമിത്ഷാ ആണെങ്കിൽ രാജിവെക്കണ്ട. അതിൻ്റെ പ്രക്രിയ വേറെ രീതിയിലാണ്. പാകിസ്ഥാനിലെ കൊണ്ട് ബോംബിടുകയാണ്. അപ്പോൾ ഈ പുള്ളി തന്നെ വേണം അത് ചെയ്യണം. മനസ്സിലായില്ലേ? അപ്പോൾ അവരുടെ രണ്ടുപേരുടെ രീതി ഒന്നാണ്. മൻമോഹൻ സിംഗിന് ഒരിക്കലും പാകിസ്ഥാനെ ആക്രമിക്കാൻ അല്ലെ അവിടെ ബോംബിടാനൊന്നും പറ്റിയില്ല. പുള്ളിയെ കൊണ്ട് ആകെ ചെയ്യിക്കാവുന്ന പാർട്ടിയിലെ കൊണ്ട് രാജിവെപ്പിച്ചു എന്നുള്ളത്. അത് രാജിവെപ്പിക്കാൻ പറ്റി, അത് രാജിവെച്ചു അത്ര. മറിച്ച് അത് ഓരോ സർക്കാരിൻ്റെ ഒരു രീതികൾ വ്യത്യസ്തമായി, സാഹചര്യങ്ങൾ അവർ ഏത് രീതിയിൽ അഡ്രസ്സ് ചെയ്യുന്നുള്ളതനുസരിച്ച് വ്യത്യസ്തം. ഇപ്പോഴ് നമ്മുടെ നരേന്ദ്രമോദി ലോകത്തിലെ ഏറ്റവും അധികം ഫോളോവേഴ്സുള്ള, സോഷ്യൽ മീഡിയയിൽ ഫോളോവേഴ്സുള്ള 100 മില്യൺ കടന്ന ലോക നേതാവ്, ആദ്യത്തെ ലോക നേതാവ് എന്നൊക്കെ പറയുന്നു. എന്ന് തന്നെ ഈ പാറ്റ സമരത്തിൽ അദ്ദേഹത്തിൻ്റെ ഈ ഫോളോവിങ് കൂടുകയും ചെയ്തു. അദ്ദേഹം പാതിരാത്രിക്ക് ഒരു വീഡിയോ ഇട്ടപ്പോഴത്തേക്കും അതിൻ്റെ 1 മണിക്കൂറിനുള്ളിൽ തന്നെ അത് കോടികൾ ആൾക്കാരത് കാണുന്ന ഒരു അവസ്ഥ ഉണ്ടായി. ഇപ്പോൾ ഈ പാറ്റ പാർട്ടിയുടെ ഒരു ആൾ പറഞ്ഞിരിക്കുകയാണ്, നരേന്ദ്രമോദി ഒരു ഇൻഫ്ലുവൻസർ ആകുന്നതാണ് നല്ലത്. ഈ രാഷ്ട്രീയം എന്ന് വെച്ച് കഴിഞ്ഞാൽ ഇൻഫ്ലുവൻസിങ് എന്നുള്ള ആണല്ലോ. ഇൻഫ്ലുവൻസിങ്ങിനെ മനസ്സിലാക്കിയതും പുള്ളി മനസ്സിലാക്കിയിട്ടുള്ള 2 രീതിയിലാണ് സാധ്യത. നരേന്ദ്രമോദിയുടെ ഇന്ത്യൻ രാജ്യത്തെ ഏറ്റവും വലിയ ഇൻഫ്ലുവൻസർ. അതെ, ഒരു സംശയമില്ല. അതാണ് രാഷ്ട്രീയവും. അതെ, അതുകൊണ്ടാണ് പുള്ളി പ്രധാനമന്ത്രി ആയിട്ടിരിക്കുന്നത്. അതെ, കറക്റ്റ്. അതെ. മറ്റേ വേറെ കാര്യം നമ്മൾ ശ്രദ്ധിക്കണം. ഈ വാജ്പേയി, അദ്വാനി, ജോഷി ഈ 3 ഗംഭീരമായ നേതാക്കന്മാർ കഴിഞ്ഞാൽ
ഏറ്റവും വലിയ ഏറ്റവും ഫലപ്രദമായിട്ടുള്ള സെക്കൻഡ് ലൈൻ ലീഡർഷിപ്പ് ഉണ്ടായിരുന്ന പാർട്ടിയുടെ BJP. അതെ, നേതാക്കന്മാർ ചില്ലറക്കാരെന്ന് പറയുന്നില്ല. പ്രമോദ് മഹാജൻ, അല്ലെങ്കിൽ സുഷമ സ്വരാജ്, അരുൺ ജെയ്റ്റ്ലി, മനോഹർ പരീക്കർ, ഗോപിനാഥ് മുണ്ടെ, അങ്ങനെ ഒരുപാട് പേരുണ്ടായിരുന്നു. പക്ഷെ അവരാരുമല്ല പിന്നീട് BJPയുടെ ലീഡർഷിപ്പിൽ വന്നത് നരേന്ദ്രമോദിയാണ്. പുള്ളി ലിസ്റ്റിലൊന്നും ഉണ്ടായിരുന്നില്ല. അതെങ്ങനെ വന്നത്? അത് ഇതുകൊണ്ടാണ്. VD സതീശൻ കേരള മുഖ്യമന്ത്രി ചെയ്ത് കേരളത്തിലെ ഏറ്റവും വലിയ ഇൻഫ്ലുവൻസർ പുള്ളിയാണ്. അതുകൊണ്ടാണ് ഈ പാറ്റ സമരം കൊണ്ട് ഒരു കേരളത്തിൽ, കാരണം കേരളത്തിലെ ഒരു MP ആയ ബ്രിട്ടാസൊക്കെ അതിൻ്റെ മുമ്പിൽ നിന്ന ഒരു ആളാണ്. അതുപോലെ MA ബേബിയും അത് കഴിഞ്ഞ ഉടനെ പ്രസ്താവനകൾ ഇറക്കുകയും ഞങ്ങളും കൂടെ കൂടിയാണ് ഇതൊക്കെ ജയിപ്പിച്ചത്, നല്ല കാര്യമാണ്. അതായത് ഇവിടുത്തെ ഒരു പ്രധാന പാർട്ടിയാണല്ലോ CPM. അതുപോലെ പാറ്റാ സമരത്തിൻ്റെ ഭാഗമായിട്ട് പ്രധാനമന്ത്രിയുടെ വീട്ടിൽ പോയി ധർണ നടത്താൻ വേണ്ടി നമ്മുടെ മുഖ്യമന്ത്രിയും അവിടെ പോയി ഇരുന്നിട്ടുണ്ട്. അപ്പോൾ നമ്മുടെ ഇവിടുത്തെ പ്രധാനപ്പെട്ട പ്രതിപക്ഷത്തിൻ്റെ പാർട്ടിയും അതുപോലെ ഭരണത്തിൻ്റെ പ്രധാന പാർട്ടിയും ഒക്കെ ഈ പാറ്റാ സമരത്തിൽ പങ്കെടുത്ത ഒരു കക്ഷികൾ, പോരാളികളാണ്. അപ്പോൾ അവിടെ ആവശ്യപ്പെട്ട ആ ഒരു കാര്യങ്ങളൊക്കെ ഇവിടെ നടപ്പാക്കുമോ കേരളത്തിൽ? അല്ല, ഇവിടെ നടപ്പാക്കാൻ പറ്റാത്തതുകൊണ്ടുള്ളൂ അവർ അവിടെ പോയി ചെയ്തു. അത് ഞാൻ കഴിഞ്ഞ ദിവസം ബ്രിട്ടനിൽ പോയപ്പോൾ അവിടെ ഒരു സ്ഥലത്ത് ലോർഡ് പാമേഴ്സ്റ്റൻ്റെ പ്രതിമ വെച്ചിട്ടുണ്ട്. ലോർഡ് പാമേഴ്സ്റ്റൻ എന്ന് വെച്ചാൽ വളരെ കാലം ബ്രിട്ടീഷ് ഫോറിൻ മിനിസ്റ്ററായിരുന്നു. കുറച്ചാൾ പ്രധാനമന്ത്രിയാണ്. അത് ബ്രിട്ടീഷ് രാഷ്ട്രീയത്തിലെ ഈ ലേറ്റ് 19th സെഞ്ച്വറിയിലെ ഒരു പ്രധാനപ്പെട്ട നേതാവാണ്. വില്യം ഗ്ലാഡ്സ്റ്റൺ, ബെഞ്ചമിൻ ഡിസ്രേലി, ആ പീരീഡിൽ ഒരു ഗംഭീരനായ നേതാവാണ്. ഈ പാമേഴ്സിനെ പറ്റിയിട്ട് ഹിസ്റ്റോറിയൻസ് പറയുന്നത്. അപ്പോൾ അദ്ദേഹത്തിൻ്റെ പ്രതിമ അവിടെ ഉണ്ടാക്കി വെച്ചിട്ടുണ്ട്. നമ്മുടെ മൗണ്ട് ബാറ്റൻ പ്രഭുവിൻ്റെ ഇടവക പള്ളി തന്നെയാണ് പുള്ളിക്ക്. ആ പള്ളിയും വലിയ പ്രസിദ്ധമായ പള്ളിയാണ്. റോംനി എന്നിട്ടാണ് സ്ഥലത്തിൻ്റെ പേര്. അപ്പോൾ ഈ പ്രതിമയുടെ ഞാൻ പുള്ളിയെക്കുറിച്ച് പഠിച്ചത് ഓർത്തു. അദ്ദേഹത്തെക്കുറിച്ച് ഈ ചരിത്രകാരന്മാർ, ട്രവലിയർ അടക്കമുള്ള ആൾക്കാർ ഡിസ്ക്രൈബ് ചെയ്തു. ലോർഡ് പാമേഴ്സൺ ലിബറൽ എബ്രോഡ്, കൺസർവേറ്റീവ് അറ്റ് ഹോം എന്നാണ്. അതായത് ബ്രിട്ടനിലുള്ള എല്ലാ പുരോഗമന പ്രസ്ഥാനങ്ങളെയും അമർച്ച ചെയ്ത ആളാണ് പാമേഴ്സൺ. പക്ഷെ പുള്ളിയുടെ വിദേശ നയം വളരെ ലിബറലായിരുന്നു. മറ്റ് രാജ്യങ്ങളിലുണ്ടാകുന്ന ഇതുപോലെ കുത്തിത്തിരിപ്പുകളൊക്കെ പുള്ളി കുത്തിത്തിരിപ്പുകളെന്ന് വെച്ചാൽ സ്വാതന്ത്ര്യ പ്രസ്ഥാനം. അത് ഈ ബാൾക്കൻ സ്റ്റേറ്റുകളുണ്ട്, ഈ മറ്റേ ഈസ്റ്റേൺ യൂറോപ്പ്, അത് മുഴുവൻ തുർക്കി സുൽത്താൻ്റെ കീഴിലാണ്. അപ്പോൾ തുർക്കി സുൽത്താനെതിരായിട്ട് ഇവർ റിവോൾട്ട് ചെയ്തുകൊണ്ടിരിക്കും. ഈ വക പ്രസ്ഥാനങ്ങളെ ലോകത്തെല്ലായിടത്തുമുള്ള വിമോചന പ്രസ്ഥാനങ്ങളെ വളരെയധികം സഹായിച്ച ആളാണ് ലോർഡ് പാമേഴ്സൺ. പക്ഷേ പുള്ളി ബ്രിട്ടനിൽ ഒരു എല്ലാ കാര്യങ്ങളോടും പരമ യാഥാസ്ഥികത. എന്ത് പറഞ്ഞ പോലെ നമുക്ക് ചെട്ടിത്തലക്കോ അല്ലെങ്കിൽ സതീശനൊക്കെ ഡൽഹി പോയി സമരം ചെയ്യാം. ഇവിടെ വന്നിട്ടാൻ പറ്റില്ല. അവിടെയാണ് പ്രശ്നം. അപ്പോൾ ഈ പാമേഴ്സൻ്റെ ഒരു പ്രതിരൂപമാണ് നമ്മുടെ നാട്ടിൽ. ഈ അടുത്ത കാലത്തൊരു കാര്യം വെളിയിൽ വന്നത്, നമ്മുടെ ആരോഗ്യവകുപ്പിൻ്റെ മെഡിക്കൽ കോർപ്പറേഷൻ കുറേ മരുന്നുകൾ വാങ്ങിച്ച പെട്ടി പോലും പൊട്ടിക്കാതെ ഇങ്ങനെ, ഇല്ലല്ല, പെട്ടി പോലും പൊട്ടിച്ച് തുറന്നു നോക്കിയിട്ടില്ല. എക്സ്പയറി ആയോ എന്ന് പോലും നോക്കുന്നില്ല. എക്സ്പയറി ആകുന്നതിന് മുമ്പ് വേണേൽ തിരിച്ചു കൊടുക്കാമല്ലോ മരുന്നുകൾ, അങ്ങനെയൊക്കെയുള്ള പ്രൊഫഷൻ ഉണ്ടല്ലോ. അപ്പോൾ ഈ വാങ്ങിക്കുക എന്നുള്ളതായിരുന്നു, വാങ്ങിച്ച് കമ്മീഷൻ പോക്കറ്റിലിടുക എന്നുള്ള ഒരൊറ്റ ഉദ്ദേശം മാത്രമേ പിണറായി വിജയൻ സർക്കാരിൻ്റെ കാലത്ത് ഉണ്ടായിരുന്നു എന്നുള്ളതാണ് ഇപ്പോൾ ഈ പറഞ്ഞ വാർത്തയിൽ നിന്ന് നമുക്ക് മനസ്സിലാകുന്നത്. അപ്പോൾ ഈ കമ്മീഷൻ വാങ്ങിക്കാൻ വേണ്ടി മാത്രം വാങ്ങലുകൾ നടത്തി, അത് മരുന്നുകൾ എന്നിട്ട് തുറന്നു പോലും നോക്കിയില്ല. നമ്മുടെ സർക്കാർ ആശുപത്രികളിൽ മരുന്നില്ലാതെ രോഗികൾക്ക് നിങ്ങൾ അവിടെ പോയി വാങ്ങിച്ചുകൊണ്ട് ഇവിടെ പോയി വാങ്ങിച്ചോണ്ട് എന്ന് പറയുന്ന ഒരു അവസ്ഥയും ഉണ്ടായിരുന്നു. അപ്പോൾ ഇത് തീർച്ചയായിട്ടും അതിൻ്റെ ഒരു ധാർമ്മിക ഉത്തരവാദിത്വം അന്ന് മന്ത്രിസഭയ്ക്ക് നേതൃത്വം കൊടുക്കുക പിണറായി വിജയനാകുകയും ഈ പാറ്റാ സമരത്തിൻ്റെ ഒരു പ്രതിനിധിനനുസരിച്ച് ഈ പ്രതിപക്ഷ നേതൃസ്ഥാനം അദ്ദേഹം രാജിവെക്കണ്ടേ? പിന്നെ അങ്ങനെ രാജിവെക്കാൻ മാത്രം സമയം കിട്ടും. അല്ലെങ്കിൽ എല്ലാ പ്രശ്നങ്ങൾക്കും രാജ്യമല്ല പരിഹാരം. ഓരോന്നിനും ഞാൻ നേരത്തെ പറഞ്ഞില്ലേ, ഇപ്പോൾ മുംബൈ ഭീകരാക്രമണം ഉണ്ടായി കഴിഞ്ഞപ്പോൾ സർക്കാർ ചെയ്തതെന്താ വെച്ചാൽ ശിവരാജ് പാട്ടീലിനെ രാജിവെപ്പിച്ചു. ഒരു ബലിയാടിനെ കണ്ടെത്തി പ്രശ്നം തീർന്നു. ചൈനയുടെ ആക്രമണം കഴിഞ്ഞപ്പോൾ നെഹ്റു കൃഷ്ണമേനോനെ കൊണ്ട് രാജിവെച്ചു. നേരെ മറിച്ച് പുൽവാമയിലെ ആക്രമണം ഉണ്ടായപ്പോൾ നരേന്ദ്രമോദി അമിത്ഷായുടെ രാജിവെപ്പിക്കല്ലേ ഇത്, പാകിസ്ഥാനിൽ തിരിച്ചടിക്കണം. ബാലാക്കോട്ട് ആക്രമണം, ഓപ്പറേഷൻ സിന്ധു. അപ്പോൾ അതാണ് അതിൻ്റെ പരിഹാരങ്ങൾ പലതാണ്. ഇതുപോലും ഈ ധർമ്മേന്ദ്ര പ്രധാൻ്റെ രാജി വെക്കേണ്ട വരില്ലായിരുന്നു. എങ്ങനെയായിരുന്നെങ്കിൽ ഈ പ്രശ്നം ഉണ്ടാകുമ്പോൾ തന്നെ അത് സീരിയസ് ആയിട്ട് എടുക്കുകയും ഈ പരീക്ഷാ ക്രമക്കേടിന് ഉത്തരവാദികളായ ഉദ്യോഗസ്ഥന്മാരെ
അപ്പം തന്നെ സർവീസിൽ നിന്ന് സസ്പെൻഡ് ചെയ്യുകയോ പിരിച്ചു വിടുകയോ എന്തെങ്കിലും ചെയ്യാം. അതുപോലെ തന്നെ ഈ ഉത്തരവാദികളായ ആൾക്കാരെ ഓടിച്ചിട്ട് പിടിച്ച് കയ്യാമം വെച്ച് BJS പറഞ്ഞ പോലെ റോഡിൽ കൂടി നടത്തുക. ഈ രാജ്യത്ത് കുറ്റം ചെയ്ത് ഇതായിരിക്കും ശിക്ഷ എന്നൊരു തോന്നൽ ആളുകളുടെ. ഇപ്പോൾ യോഗി ആദിത്യനാഥ് എങ്ങനെയാണ് വലിയൊരു സ്റ്റാറായിട്ട് നിൽക്കുന്നത് ഉത്തർപ്രദേശിൽ എന്ന് ചോദിച്ചാൽ, സത്യത്തിൽ അദ്ദേഹത്തിൻ്റെ ഭരണത്തിൻ്റെ മേന്മ കൊണ്ടല്ല, അല്ലെങ്കിൽ റേഷൻ കടയിൽ അരി കൃത്യമായിട്ട് കിട്ടുന്നുണ്ടല്ല. ഏറ്റവും അധികം ഗുണ്ടകളുടെ സ്ഥലമാണ് UP. പല ഏരിയകളും ഗുണ്ടകളുടെ കീഴിലാണ്. പുള്ളിയുടെ ഭരണത്തിന് കീഴിലുള്ള പ്രത്യേകിച്ച് ഗുണ്ടകളെ പിടിച്ച് കഴിഞ്ഞാൽ പിന്നെ കോടതിയിൽ ഹാജരാക്കുക, അവരെ ജാമ്യത്തിൽ വിടുക, പിന്നെ 6 കൊല്ലം കഴിഞ്ഞ് അങ്ങനെ യാതൊരു പരിപാടിയില്ല. പിടിക്കുന്നവരെ അപ്പം തന്നെ ഏറ്റുമുട്ടലിൽ കൊല്ലരുത്. അതിന് പോലീസിന് സ്പെസിഫിക് ആയിട്ട് ഡയറക്ഷൻ കൊടുത്തു. അപ്പോൾ ഗുണ്ടകളെ കൊണ്ട് ജനങ്ങൾ മാത്രമല്ല, പിന്നെ 2ാം ദിവസം അവരുടെ വീട് പൊളിക്കും. അങ്ങനെയുണ്ട്. അതൊക്കെ രാജ്യത്ത് ഭരണഘടനയിലെ വ്യവസ്ഥ ഉണ്ടോ ഇല്ല. പക്ഷേ ഇത് ചെയ്താൽ ജനങ്ങളുടെ ഇടയിൽ പുള്ളിക്കുള്ള സ്വീകാര്യത വർദ്ധിക്കും. കാരണം വെച്ചാൽ ഗുണ്ടകളെ കൊണ്ട് ജനം പൊറുതികൊണ്ടിരിക്കണം. അതുകൊണ്ടാണ്. പക്ഷേ കേരളത്തിലിപ്പം കഴിഞ്ഞ ദിവസം ഈ കോലഞ്ചേരി കോടതിയിൽ നിന്ന് മൂവാറ്റുപുഴയ്ക്ക് ഒരു മോഷണത്തിൽ പിടിച്ച ഒരു തടവുകാരനെ കൊണ്ടുപോയപ്പോഴത്തേനും പോലീസിൻ്റെ ഇതിന്ന് രക്ഷപ്പെട്ടു. വിലങ്ങുണ്ടായിരുന്നു. എന്നിട്ട് വിലങ്ങ് വേറെ എവിടുന്ന പിന്നീട് കിട്ടി പോലീസിന്. വിലങ്ങ് മാത്രമേ കിട്ടിയുള്ളൂ, ആളെ ഇതുവരെ കിട്ടിയിട്ടില്ല. അപ്പോൾ UP-യിലാണെങ്കിൽ ഇങ്ങനെ വിലങ്ങും വെച്ച് ഒരുത്തന്നെ രക്ഷപ്പെടുന്ന ഒരു അവസ്ഥ ഒരിക്കലും ഉണ്ടാവില്ല. UP-യിൽ വിലങ്ങ് വയ്ക്കണമെങ്കിൽ പണി തീർന്നുണ്ടോ? അതെ, വിലങ്ങ് വയ്ക്കണമെന്ന് ആളുടെ ഈ പണ്ട് കേരളത്തിൽ എന്നിട്ട് മുഖ്യമന്ത്രി നേരിട്ട് വന്ന് ഇവരെ അഭിനന്ദിക്കും. അപ്പോൾ ആളുകളുടെ ഇടയിൽ പുള്ളിയുടെ കാരണം ജനങ്ങൾ പൊറുതികൊണ്ടിരിക്കുകയാണ്. അതുകൊണ്ട് അല്ല, പക്ഷേ അത് UP-യിൽ മാത്രമല്ല, ആന്ധ്രാപ്രദേശിൽ പണ്ട് ഒരു പെൺകുട്ടിയെ 3 പേര് റേപ്പ് നടത്തിയിട്ട് അതേ തെലുങ്കാന അതെ മുഖ്യമന്ത്രി അവർക്ക് റിവാർഡ് കൊടുത്തു. അതെ, അവിടുത്തെ എല്ലാ ജനങ്ങളും അതിന് സപ്പോർട്ടായിരുന്നു. അപ്പോൾ ജനാധിപത്യത്തിൽ ജനങ്ങൾ എന്ത് തീരുമാനിക്കുന്നു അതാണല്ലോ നടപ്പാക്കുന്നത് എന്നുള്ളൊരു കാര്യമുണ്ടല്ലോ. അവരുടെ ഒരു പബ്ലിക് കറന്റ് അല്ലേ അവരുടെ ഒരു തീരുമാനം. പണ്ട് നമ്മുടെ കേരളത്തിൽ KP വിശ്വനാഥൻ രാജിവെച്ചിരുന്നത്, വനം മന്ത്രിയായിരുന്നു. അദ്ദേഹം രാജിവെച്ചത് ഇന്നാണെങ്കിൽ അങ്ങനത്തെ ഒരു വനമന്ത്രി രാജിവെക്കുമോ? അല്ല, സത്യത്തിലെ വിശ്വനാഥൻ രാജിവെക്കേണ്ട ആവശ്യം ഉണ്ടായിരുന്നില്ല. അത് ഹൈക്കോടതിയുടെ പരാമർശം തെറ്റായ പരാമർശമായിരുന്നു. മാത്രമല്ല പുള്ളി അതിൽ കക്ഷിയായിരുന്നില്ല. അപ്പോൾ അങ്ങനെ ആനുഷംഗികമായിട്ടല്ല ഈ ഔട്ട് ഓഫ് ഇതായിട്ട് ചെയ്തൊരു കാര്യമാണ്. അത് ശരിയായ രീതിയിൽ പ്രോപ്പറായിട്ട് അപ്രീഷിയേറ്റ് ചെയ്തില്ല ഉമ്മൻചാണ്ടി. അപ്പം തന്നെ വിശ്വനാഥനോട് രാജിവെക്കാൻ പറഞ്ഞു. വിശ്വനാഥൻ രാജിവെച്ചു. എത്രയോ കാലത്തിന് ശേഷം പിന്നെ സുപ്രീം കോടതി ഈ പരാമർശം തെറ്റായിരുന്നു എന്ന് പറഞ്ഞു. അടുത്ത കാര്യമാണ് വിശ്വനാഥൻ അടുത്ത ലക്ഷം തോറ്റുകയും ചെയ്തു. പുള്ളിയുടെ പൊതുജീവിതം തന്നെ അതുകൂടി അവസാനിച്ചു. അപ്പം എല്ലാ പരാമർശത്തിൻ്റെയും പുറത്ത് രാജിവെക്കേണ്ട ആവശ്യമില്ല. പക്ഷേ ഉമ്മൻചാണ്ടിയുടെ മന്ത്രിസഭയിലെ KM മാണിയും ഇതുപോലെ ഹൈക്കോടതി പരാമർശത്തിൻ്റെ പേരിൽ രാജിവെച്ചു. പക്ഷേ വ്യത്യാസമുണ്ട്. KM മാണിയുടെ കാര്യത്തിൽ ആർക്കും ഒരു സംശയം ഉണ്ടായിരുന്നില്ല. മാണി സാറിൻ്റെ കാര്യത്തിൽ കുട്ടിയപ്പ ചേച്ചിക്ക് പോലും സംശയം ഉണ്ടായിരുന്നില്ല മാണി സാർ കാശ് മേടിക്കോ ഇല്ല എന്നുള്ളത്. അതുകൊണ്ട് അത് നേരത്തെ രാജിവെച്ചെങ്കിൽ ഇത്ര വലിയ കലാവിറ്റി ഉണ്ടാവില്ല. അതെ, ഇപ്പോൾ കുഞ്ഞാലിക്കുട്ടിയുടെ പേരിൽ ഒരു FIR പോലും ഉണ്ടായിരുന്നില്ല. എന്നിട്ട് ഇതുകൊണ്ട് രാജിവെക്കേണ്ട വന്നു. അത് സാഹചര്യങ്ങൾക്ക് അനുസരിച്ച് വ്യത്യാസം. അപ്പോൾ കുറച്ചുകൂടെ വൈബ്രന്റ് ഡെമോക്രസിയാണ് കേരളത്തിൽ ഇതിനു മുമ്പ് ഉണ്ടായിരുന്നതെന്ന് നമുക്ക് തീർച്ചയായിട്ടും പറയാൻ പറ്റും. ഇപ്പോൾ സജി ചെറിയാൻ എന്തുകൊണ്ട് രാജിവെച്ചത്? കുന്നവാടോ കുടച്ചക്കറോടോ? സത്യം പറഞ്ഞ സജി ചെറിയാൻ്റെ ആ ഉപയോഗിച്ച വാക്കുകൾക്ക് ഇത്തിരി പാരുഷ്യം ഉണ്ടെന്ന് ചോദിച്ചാൽ, മാർക്സിസ്റ്റ് കമ്മ്യൂണിസ്റ്റ് പാർട്ടിയെ സംബന്ധിച്ചിടത്തോളം അവരുടെ നയമനുസരിച്ചുള്ള പ്രസംഗമാണ് പുള്ളി നടത്തിയത്. ഇന്ത്യൻ ഭരണഘടന വെച്ചാൽ ചൂഷണത്തിൽ അധിഷ്ഠിതമായ ഒരു വ്യവസ്ഥിതിയെ സംരക്ഷിക്കുന്നതാണ്. അത് EMS താത്വികമായിട്ട് എഴുതിയിട്ടുണ്ട്. ഈ സജി ചെറിയാൻ തത്വം അറിയാൻ പാടാത്തതുകൊണ്ട് പുള്ളി പറഞ്ഞു വന്നപ്പോൾ കുന്തോ കുടച്ചക്കറായി പോയത്. നിലപാട് സജി ചെറിയാൻ്റെ ശരിയാണ്, തെറ്റെന്ന് പറയാൻ പറ്റില്ല. പക്ഷേ പറഞ്ഞ രീതി തെറ്റായതുകൊണ്ട് പിന്നെ മാർക്സിസ്റ്റുകാർ ഭരണഘടന അംഗീകരിക്കുകയും സ്വാതന്ത്ര്യത്തെ ആഘോഷിക്കാൻ തുടങ്ങിയ സമയത്തായി പോയി ഇത് ഉണ്ടായത്. അല്ലാതെ കുഴപ്പമില്ലായിരുന്നു. അപ്പോൾ നമ്മുടെ ഈ 3-ാം മാസത്തിലെത്തി നിൽക്കുന്ന VD സതീശൻ മന്ത്രിസഭ ഇനി നേരിടാൻ പോകുന്ന പ്രതിസന്ധികൾ അടുത്ത കാലത്ത് എന്തൊക്കെയായിരിക്കാം? പ്രധാനമായിട്ടും ധനകാര്യ രംഗത്തായിരിക്കും. സാമ്പത്തിക രംഗത്ത് എങ്ങനെ, പ്രത്യേകിച്ച് ഈ KSRTC ഒക്കെ ഇങ്ങനെ സൗജന്യ യാത്ര അനുവദിച്ച് കുഴപ്പത്തിലായിരിക്കുന്ന സമയത്ത് ധനകാര്യ രംഗത്താണ് ശരിക്കുള്ള പ്രതിസന്ധി ഉണ്ടാവുന്നത്. അതെങ്ങനെ മാനേജ് ചെയ്യുന്നുള്ളതാണ് പ്രശ്നങ്ങൾ. കാരണം വലിയ വികസനമോ അല്ലെങ്കിൽ ഈ കൃഷി, വ്യവസായം, വാണിജ്യം ഇതിൽ നിന്നും വലിയ പുരോഗതി ഒന്നും ജനങ്ങൾ പ്രതീക്ഷിക്കുന്നില്ല. അതുകൊണ്ട് ആ രംഗത്തൊന്നും ഒന്നും ചെയ്തില്ലെങ്കിലും കുഴപ്പമില്ല, ജനങ്ങൾ പ്രതീക്ഷിക്കണം. ഒന്ന് ക്രമസമാധാന പരിപാലനത്തിൽ വീഴ്ച വരണം, അത് പ്രധാനം. അതിപ്പോൾ ചെന്നിത്തല ആയതുകൊണ്ട്
പുള്ളി ശ്രദ്ധിക്കും, കാരണം പുള്ളിക്ക് അറിയാം, എക്സ്പീരിയൻസ്ഡാണ്. പിന്നെ വരാൻ പോകുന്നത് ധനകാര്യ രംഗത്താണ്. അവിടെ എന്ത് ചെയ്യുന്നുണ്ട്, അവിടെയാണ് ശരിക്കുള്ള പ്രശ്നം. ഈ ധനകാര്യം ബാക്കിയൊന്നും വലിയ കുഴപ്പമില്ലാതെ കൊണ്ടുനടക്കും. പക്ഷേ ധനകാര്യത്തിൽ നമ്മൾ എന്തെങ്കിലും ഉൽപ്പാദിപ്പിച്ചാലേ ടാക്സും അങ്ങനത്തെ കാര്യങ്ങൾ കിട്ടുകയുള്ളൂ. അല്ലെങ്കിൽ കടം വാങ്ങിക്കുക അല്ലാതെ, അല്ലെങ്കിൽ വിൽക്കുക അല്ലാതെ, അല്ലെ വിൽക്കുക എന്തെങ്കിലും, അതേ പറ്റുള്ളൂ. അപ്പോൾ താങ്ക് യു.